എങ്ങനെങ്കിലും കലാകാരനാവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കുറെ ഒരു ചെയ്തു കൂട്ടുന്ന ഒരാളായിരുന്നു. അതിനകത്തൊന്ന് തലയിടണം, ഇതിനകത്തൊന്ന് തലയിടണം, എല്ലാത്തിനകത്തും ഒന്ന് മൊത്തത്തിലൊന്ന് ഇടപെടണം. ആൾക്കാരുടെ മനസ്സിൽ അത് എല്ലാ തെങ്ങി കയറി കുളമ്പ് കിട്ടുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് വേണ്ട എന്ന് വെച്ച് ഞാൻ നിർത്തുമായിരുന്നു ആ സമയത്ത്. അത് ശരിക്കും ഫാമിലിയുടെ ഒരു പ്രഷർ ഒരു സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പോലും അങ്ങനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനകത്ത് മെയിനായിട്ട് നിന്നതാ വേണ്ട ഞാൻ പറയും. മ്യൂസിക്കൽ ടീമിൻ്റെ ഒരു കൊച്ചു ബാക്കപ്പ് ജനറേറ്റർ അവരുടെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം സ്റ്റേജിനകത്തുള്ള കുറച്ച് ലൈറ്റും സൗണ്ടും അങ്ങ് ഓടി. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അങ്ങനെ നടന്നു. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി അത് ഫ്ലോപ്പായെന്നുള്ളത്. സോ ആ ക്ലയൻറ്റിനെ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ, കാരണം അദ്ദേഹം അന്ന് എന്നെ ഒരു 2 ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് അവിടെ തീർന്നു പോയാണ്. ചില നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് കേറ്ററിംഗ് ഇല്ല, അപ്പോൾ ഇവർ കമ്മീഷൻ ഏജന്റ് ആണ്. ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് തന്നെ കൂടുതലും NRIs ആകുമ്പോഴത്തേക്ക് നാട്ടിലുള്ള ആരെങ്കിലും പറയും ഇന്ന ആളെ ഏൽപ്പിച്ചാൽ മതി, അവർ അടിപൊളിയാണ്, അതല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ടിരുന്നു, അദ്ദേഹം അടിപൊളി എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും കല്യാണങ്ങൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ. അതൊരിക്കലും ഒരാൾക്ക് വേറെ കാണിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു പരിധി വരെ ക്ലയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ കാണുമ്പോഴത്തേക്ക് അവർ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പോഴും ഡെക്കറേറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള ഒരു വലിയൊരു ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കിടപ്പുണ്ട്. ഞങ്ങൾ ശരിക്കും പ്യോർലി ഒരു വെഡ്ഡിംഗ് പ്ലാനറാണ്, ഹിന്ദു വെഡ്ഡിംഗ് പ്ലാനർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏത് രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും, ഏത് സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിലും, ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആയിക്കോട്ടെ, അത് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊരു കൺസൾട്ടേഷനാണ് ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്. A wedding lasts for a day, but the memories last for a lifetime. Behind every flawless celebration is a team that transforms emotions into experiences. Today on Rituals and Roses, we are joined by Rahul R. Nair, founder and managing director of Venue Event Planners Private Limited, a company that has curated hundreds of unforgettable celebrations across Kerala. Let's discover what it really takes to create magical moments. Let's welcome Rahul R. Nair to Rituals and Roses. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. നിങ്ങളല്ലേ വിശേഷങ്ങൾ പറയേണ്ടത്. രാഹുൽ എൻ്റെ ഒരു അനിയൻ പയ്യൻ പോലാണ്. ഒരുപാട് ഈ ചെറുപ്പത്തിൽ ഒരുപാട് സെലിബ്രേഷൻസിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു. അപ്പം രാഹുലിന്റെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നാട്ടിൽ തന്നെ ആയിരുന്നു, പത്തനംതിട്ട തന്നെ ആയിരുന്നു. എൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞത്. അത് ട്രിച്ചിയിൽ ധനലക്ഷ്മി ശ്രീനിവാസൻ എന്ന് പറയുന്ന കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് ജോലി എന്നുള്ള രീതിയിൽ പഠിച്ച സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ്. പ്രമാണം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മനോഹരമായ ഒരു ചെറിയ ഗ്രാമം, അവിടെയായിരുന്നു പഠിച്ചതൊക്കെ. അച്ഛന്റെ പേര് രാജശേഖരൻ നായർ. അമ്മ പുഷ്പ. എത്ര സിബ്ലിങ്സ് ഉണ്ട്? ഒരു അനിയനാണ്, രോഹിത് എന്നാണ് പേര്. എത്ര വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിലൊരു 4 വയസ്സിന് വ്യത്യാസം. അപ്പം രാഹുലിന്റെ കൂടെ ഉണ്ടോ ഇപ്പോഴും? ഉണ്ട്, ഞങ്ങളുടെ ഒരുമിച്ച് തന്നെയാണ്. ഈ രാഹുൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ക്ലാസ്സിൽ അധികം പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ കൂടുതലും ഈ എക്സിബിഷൻസ് കാര്യങ്ങള്, അല്ലെങ്കിൽ അങ്ങനെ ഈ ശാസ്ത്രമേള അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ള നാടകം, ഇങ്ങനെയൊക്കെ ആയിട്ട് പോവാൻ ആ ഒരു ലൈനായിരുന്നു എപ്പോഴും. കലാകാരനായിരുന്നോ? കലാകാരൻ എന്ന് വിശ്വസിക്കുന്നില്ല, എങ്ങനെങ്കിലും കലാകാരനാവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കുറെ ഒരു ചെയ്തു കൂട്ടുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും കാര്യം കിട്ടി അതൊന്ന് പഠിക്കണം, അല്ലെങ്കിൽ അതിനകത്തൊന്ന് തലയിടണം, ഇതിനകത്തൊന്ന് തലയിടണം, എല്ലാത്തിനകത്തും ഒന്ന് മൊത്തത്തിലൊന്ന് ഇടപെടണം. എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് ഇതേ കണക്ക് താങ്കളുടെ നേതൃത്വത്തില്? കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലൊക്കെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് എല്ലാം ഈ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ വരെ പോയിട്ടുണ്ട്, ഈ ശാസ്ത്രമേളയ്ക്കും അതിനൊക്കെ ആയിട്ട്. പിന്നെ +1 കയറിയ സമയത്ത് ഈ നാടകം, അതിന്റെ ഈ പശ്ചാത്തല സംഗീതം എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ബേസിക്കലി ഈ ഒരു മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാടത്തില്ല, കീബോർഡ്, ഡ്രംസ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. അതൊക്കെ ഒരു പ്രൊഫഷണലി അല്ല, പ്രൊഫഷണൽ ആവണം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ്. എല്ലാം പകുതി വെച്ച് നിർത്തുക എന്നുള്ളതാണല്ലോ. വീട്ടിൽ നിന്നുള്ള എൻകറേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ സപ്പോർട്ട് തന്നെയായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പണ്ടും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ചെറിയൊരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും മറ്റേ നമ്മുടെ പണ്ടത്തിൽ അലങ്കാര മത്സ്യങ്ങൾ, ഗപ്പി, ഗോൾഡ് ഫിഷ്, ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിനെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തി കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വിൽക്കുക, ഇതൊക്കെ തന്നെ ആയിരുന്നു പണ്ടും കുട്ടിക്കാലം. സാധാരണ അന്നത്തെ കാലത്ത് തന്തയും തള്ളയും ഓടിച്ചിട്ട് അടിക്കും, പോയിരുന്ന് പഠിക്കണമെന്ന് പറയും. ഇന്നത്തെ കാലത്തെ കണക്കൊരു
ഫ്രീഡം ഒന്നും ഇല്ലല്ലോ. അതെ, അതെ, അതെ. അന്ന് കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂരൽ ഒരു കൂടപ്പുറപ്പായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും അതെ, കാണും. അതെ, അതെ, അതെ. ചിലപ്പോൾ നമ്മളെ ശത്രുപക്ഷത്തായിരിക്കും, ചിലപ്പോൾ നമ്മളെ മിത്രപക്ഷത്തായിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കാതെ ഉളപ്പി നടക്കുക? അപ്പൊ പാരന്റ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യാറില്ല, എൻ്റെ ഒരു അറിവ് അനുസരിച്ച്. ഉഴപ്പി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ നമുക്ക് പഠിക്കാനുള്ള ഒരു വീട്ടിൽ നിന്നുള്ള പ്രശ്നം നമ്മൾ പഠിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ കൂടുതലും എനിക്ക് ചില കുട്ടികളുണ്ട് എനിക്ക് പഠിച്ച് വലുതാവണം അല്ലെങ്കിൽ എനിക്ക് പഠിച്ച് ഇന്ന ആളാവണം, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് എനിക്ക് മൊത്തത്തിൽ ഇതുപോലൊക്കെ ഒന്ന് നടക്കുക എന്നുള്ള ആവറേജ് സ്റ്റുഡന്റ്, ഒരു ആവറേജ് സ്റ്റുഡന്റ്, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ പോവാണ്. ആവറേജ് സ്റ്റുഡന്റ്. പിന്നെ ഈ ശാസ്ത്രമേള കാര്യങ്ങള്, ഗ്രേസ് മാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 10ാം ക്ലാസ് മാർക്ക് കിട്ടിയപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ഒരു 9 A+ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയത്. ഇത് ഈ ശാസ്ത്രമേള അപ്പോഴും രക്ഷിച്ചു. അതാണ് രക്ഷിച്ചത്. അപ്പൊ എഞ്ചിനീയറിംഗിലേക്ക് വരുന്നു. ഈ ശാസ്ത്രമേള ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു ബിസിനസ് ഒരു പശ്ചാത്തലത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഇന്നത്തെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ പൊതുവെ സ്കില്ല് കണ്ടിട്ട് കരിയർ ഗൈഡൻസ് കൊടുക്കുക, സ്കില്ല് കണ്ടിട്ട് അവരെ ഡെവലപ്പ് ചെയ്യുക, സ്കില്ല് കണ്ടിട്ട് അവരെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാം മക്കള് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് പോകുന്നത്. അങ്ങനെ രാഹുൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണ്. അപ്പോൾ രാഹുലിന് MBA എടുക്കണം, ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാനിക്കലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പം എല്ലാ ആൾക്കാരെയും പോലെയൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗിനെ അങ്ങോട്ട് കയറുമ്പം ഒരു +2 കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു പറയാനായിട്ട് ഇന്ന ഡിഗ്രിക്ക് പോകണം എന്നൊന്നും ഒരു മൈൻഡിലില്ല. അപ്പം അന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 2-3 ചേട്ടന്മാർ പോയത് മെക്കാനിക്കലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും പോയേക്കാം. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമുള്ള ഒരു ക്ലാസ് റൂം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ മെക്കാനിക്കൽ പോയത്. അല്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും അറിയാതാണ് പോയത്. ഇപ്പോൾ കൂടുതലും എല്ലാവരുടെ മനസ്സിലുണ്ട് ഈ മെക്കാനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയുടെ പണിയാണ്, അത് ഓട്ടോമൊബൈൽ വർക്കാണെന്ന് പലരുടെയും ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മെക്കാനിക്കൽ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ഒരു ചെറിയൊരു ഒരു ഭാഗം മാത്രമാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ പോലും എഞ്ചിനീയറിംഗ് എടുത്തത് തന്നെ. മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു 4 വർഷം ആകുമ്പോൾ അവിടെയും നമുക്ക് കോളേജിൽ ഓണപ്പരിപാടി കാര്യങ്ങൾ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് ട്രിച്ചി അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇവന്റിലേക്കുള്ള എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പം അതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് പല പ്രോഗ്രാംസും വരുമ്പോൾ അത് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ഹെഡ് ചെയ്ത് നടത്തണം എന്നുള്ള ഒരു ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ നടന്ന സമയത്താണെന്ന് നമ്മൾ ഓണപ്പരിപാടി കാര്യങ്ങൾ വന്നത്. അപ്പൊ അന്ന് ഈ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ആറന്മുള വള്ളസദ്യയുടെ ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോയി ആ കോളേജിൽ ഒരു 1000 പേർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ്, അതായത് ഏതായാലും 2013-14 ആ ഒരു കാലഘട്ടം. അന്ന് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സദ്യ, പിന്നെ അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളും, അവിടെ ഒരു ഘോഷയാത്ര തന്നെ. അത് ഞാൻ ഒറ്റയ്ക്ക്, നമ്മുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മളൊരു 3-4 പേരായിരുന്നു കോർ കമ്മിറ്റി. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ടായിരുന്നു. ശരിക്കും അതൊക്കെയായിരുന്നു ഇവന്റിനോടുള്ള ഭയങ്കരമായ ആഗ്രഹം കൂടിയതെന്ന് വേണം പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ പോലും ബിസിനസ് എന്നുള്ള രീതിയിൽ അന്ന് മൈൻഡിൽ, കാരണം നമുക്ക് ഒരിടത്ത് പോയി ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു എന്റർപ്രണറായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കുറെ പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഫാദറായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാദറിന് ഓൾറെഡി അന്ന് ലിവർ സിറോസിസ് അങ്ങനെ കുറച്ച് പിന്നെ വയ്യാതൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആരോ വന്ന് പറഞ്ഞതാണ് ഇത് നല്ലൊരു പരിപാടിയാണ്, തുടങ്ങിക്കോണം. അങ്ങനെയാണ് അദ്ദേഹം അതിനകത്ത് കാല് വെച്ചത്. പക്ഷെ അത് ഇച്ചിരി പാടാണ്, കാരണം അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതിക്കും കാര്യങ്ങൾക്കും ആ സമയത്ത് ഒരു ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനും കൂടെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് മൊത്തം. അങ്ങനെ ഒരു ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു പാരലലി. പിന്നെ അച്ഛൻ ഒരു പഠിച്ചിറങ്ങുന്ന സമയത്തായിരുന്നു ഫാദറിന്റെ ഒരു ഡെത്ത് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബിസിനസ് ഞാൻ ടേക്ക് ഓവർ ചെയ്തു. കുറച്ച് നാൾ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, ചിലപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലായാലും ആ സമയത്ത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് എന്തിന് ഈ മൈക്ക് സെറ്റും കൊണ്ട് നടക്കുന്നു പറയുമ്പം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അതൊരു AVL സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു വലിയ, പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ അത് ഇല്ല തെങ്ങ കയറി കുളമ്പ് കിട്ടുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് വേണ്ട എന്ന് വെച്ച് ഞാൻ നിർത്തുമായിരുന്നു ആ സമയത്ത്. അത് ശരിക്കും ഫാമിലിയുടെ ഒരു പ്രഷർ ഒരു സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കല്യാണം കാര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ മൈക്ക് സെറ്റുകാരനാ എന്നുള്ളൊരു പേരുണ്ടല്ലോ. അവിടെ ഒരു കമ്പനി മുതലാളി എന്നുള്ളതല്ല, മൈക്ക് സെറ്റുകാരനാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഞാനത്, പക്ഷേ അതൊരിക്കലും ഒരു മോശം എന്നുള്ളതല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഫാമിലിയുടെ ഒരു പ്രശ്നം കൊണ്ട് ഞാനത്. ഇപ്പൊ സമൂഹത്തില് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു
ഏരിയയും കൂടാണ് ഈ വെഡിങ്സ് എന്നൊക്കെ അതെ പറയുന്നത്. അതെ അതെ ദല്ലാളെന്ന് വിളിക്കുക, ഇല്ലെങ്കിൽ ബ്രോക്കർ എന്ന് വിളിക്കുക. അതായത് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഇപ്പം ഓരോ കാര്യങ്ങളും വളരെ സ്കോൺ എന്ന് പറയും, വളരെ പുച്ഛ എഫക്റ്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ചിലപ്പോൾ തെറ്റായിരിക്കും. ഒരു പ്രൊഫഷൻ എടുത്താൽ തന്നെയും അവനെ ആശാരി എന്ന് വിളിച്ച് പുച്ഛിക്കുക, അല്ലെങ്കിൽ അവനെ തെങ്ങ് എത്താൻ പോകുന്നവനെ തണ്ടാൻ എന്ന് വിളിച്ച് പുച്ഛിക്കുക. അപ്പൊ പക്ഷേ ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം തെങ്ങ് എത്തുന്നതിന് പിന്നെ നമ്മളിപ്പം തണ്ടാൻ തന്നെയാണ്, അതിനിപ്പോ എന്താ, ഞങ്ങളിപ്പോ ചെത്തുകാരെന്ന് പറയുന്നത് അവരുടെ ഒരു സ്കില്ലാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആശാരി എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ അത് ഒരു പക്ഷേ ഇപ്പം ഈ വിളിച്ച് ഇപ്പം ആൾക്കാർ അതിനെ ഒരു ആക്ഷേപമാക്കിയതാവാം. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു സ്കില്ലിനെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഇപ്പം ദല്ലാളും ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഇവന്റുകാരെ എല്ലാം ഇവര് കല്യാണരാമൻ എന്നുള്ളൊരു വിളിയായിട്ടങ്ങ് മാറി. അപ്പം അത് അവർക്ക് അങ്ങനെയാണ്. കാരണം ഒന്നെന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ റെസിപ്പികളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നെ തേങ്ങാപ്പാൽ, ഇല്ലെങ്കിൽ കരിവേപ്പില, ഇല്ലെങ്കിൽ കാന്താരിമുളക്. ഇപ്പം ജനങ്ങൾക്കൊരു സന്തോഷമാണ് ഇപ്പം നമ്മളെ തേങ്ങാപ്പാൽ എന്ന് വിളിക്കുക. പക്ഷെ എന്നിട്ട് പറയും ഇവിടെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല, ഇവിടെ ആ ഷെയ്മിങ് ചെയ്യാൻ പാടില്ല, അപ്പൊ കുള്ളൻ എന്ന് വിളിക്കാൻ പാടില്ല. ഈ പറയുന്ന സമൂഹത്തില് മാന്യന്മാർ ഒളിച്ചിരുന്നു കൊണ്ടും ഈ പറയുന്ന ഫേക്ക് ഐ ഡി അല്ലെ, ഫേക്ക് ഐ ഡിയിൽ ഇരുന്നു കൊണ്ട് പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് നമ്മളെ കൂവമ്പം, അടിസ്ഥാനപരമായി ഞാൻ ചോദിക്കുന്നത്, ഈ ഫേക്ക് ഐ ഡിയിലിരിക്കുന്ന ഈ പറയുന്ന മണ്ടന്മാർ, ഇല്ലെങ്കിൽ ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഊളകൾ, ഇവരല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ പുച്ഛിക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും. അല്ലേ? താങ്കളെ പോലത്തെ ഒരു വ്യക്തിത്വം അച്ഛന്റെ ഒരു പ്രസ്ഥാനം എടുത്ത് നടത്താൻ വരുന്നു, വളരെ അന്തസ്സോടുകൂടി ഒരു ചെറുപ്പക്കാരൻ. അന്ന് കോളേജ് സമയമാണ്, യങ് ആണ്, ഡൈനമിക് ആണ്. ഇന്നിവിടെ പട്ടച്ചാരയോ അടിച്ചില്ലെങ്കിൽ കള്ളും കുടിച്ച് സേർട്ടും വലിച്ച് വീട്ടിലേക്ക് 10 രൂപയ്ക്ക് ഗുണമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ മനസ്സിലാകും. കാരണം പണ്ട് പറയാറുണ്ട് കള്ളച്ചോറടിച്ച് കിടക്കുന്നത് പറയും. ആ സമയത്താണ് താങ്കളെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ അച്ഛന്റെ തൊഴിലിനെ എടുത്ത്, അച്ഛൻ ക്രിട്ടിക്കലാണ്, അച്ഛൻ്റെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആ ലൈറ്റ് ആൻഡ് സൗണ്ട് എടുക്കുന്നു. അപ്പോൾ താങ്കളെ സൗണ്ട് തോമാന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മൈക്ക് സെറ്റുകാരൻ എന്ന് വിളിക്കുന്നു. അതിനകത്ത് ഈ ജനങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? സ്വാഭാവികമായി അല്ലേ? ആ ഒരു പയ്യന്റെ അവർക്കൊരു തൊഴിലിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ ഷോപ്പിലേക്ക്, എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ജോലിക്ക് വന്നപ്പോൾ അവൻ അവിടെ വന്നപ്പോൾ ജ്യൂസ് കൗണ്ടറിലാണ് അവൻ്റെ ജോലി. ശ്രദ്ധിച്ച് കേട്ടോ, അവൻ ആ ജ്യൂസ് കൗണ്ടർ ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവൻ്റെ 4 കൂട്ടുകാർ വരുന്നു. എന്തുവാടാ നീ ഗ്ലാസ് കഴുകാനാണോ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ എത്ര വരെ പഠിച്ചു? അത് ഡിഗ്രി വരെ. മോനെ, നിന്റെ ഗ്ലാസ് കഴുകുമ്പോൾ ഒലിച്ചു പോകാനുള്ളതാണോ നിന്റെ അഭിമാനം? അങ്ങനെയാണെങ്കിൽ നിന്റെ സ്കൂളും വിദ്യാഭ്യാസവും കാര്യങ്ങളും നീ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അല്ലേ? എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളടുത്ത് എനിക്കും രാഹുലിനും ചോദിക്കാനുള്ളത്, ഈ അഭിമാനം എന്ന് പറയുന്നത് നമ്മളുടെ മറ്റൊരാളുടെ വായിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. പക്ഷെ ദൈവം താങ്കളെ കൈവിട്ടില്ല, അല്ലേ? ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഈ ഇവന്റിലേക്കുള്ള യാത്ര? ലൈറ്റ് ആൻഡ് സൗണ്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡൽഹിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഒരു STP എഞ്ചിനീയർ ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പഠിക്കാത്തതിന്റെ മേലായിട്ടുള്ള അരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എഴുതിയെടുക്കാനായിട്ട് ഒരു 1-2 വർഷം പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എന്റെ മനസ്സിൽ ഈ ജോലി ചെയ്ത സമയത്തും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പെസ്റ്റ് കൺട്രോൾ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെന്നൈ ബേസ്ഡ് കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഇവിടെ നമ്മുടെ ഗൂഗിളും പാർക്കും ലേ മെറിഡിയനും ഗ്രൗണ്ട് പ്ലാസയൊക്കെ ആ സമയത്ത് ഞങ്ങളുടെ കമ്പനിയായിരുന്നു കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ നാട്ടിലെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതും ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു കമ്പനിയുടെ അണ്ടറിലായതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഓൺ ഒരു ബിസിനസ് അല്ലായിരുന്നു. അപ്പൊ അപ്പോഴും ഇവന്റ്സ് പാരലലി നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഇതിനിടെ കുറേ കാര്യങ്ങൾ ഞങ്ങളൊക്കെ യൂട്യൂബിൽ പറഞ്ഞ ഒരു കൺസ്ട്രക്ഷനകത്ത് കൊണ്ടുപോയി നോക്കി, അത് ശരിയായില്ല. ഈ പ്രീഫാബ് കൺസ്ട്രക്ഷൻ നോക്കി, അത് പ്രോപ്പറായിട്ട് ശരിയായില്ല. അങ്ങനെ ഒരു 4-5 ബിസിനസ് എങ്കിലും ചെയ്ത് കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇവന്റിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെയും 2 കസിൻസിൻ്റെയും എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിൻ്റെയും ഒക്കെ ഒരു കല്യാണം ഒരേ സമയത്ത് ഒരു ഓഗസ്റ്റിൽ നാട്ടിൽ വന്നു. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ ശരിക്കും നമ്മൾ തന്നെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. ഉമ്മ പറഞ്ഞു, എടാ ഇതുപോലൊക്കെ കല്യാണമാണ്, നീ ഒന്ന് നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഇങ്ങനെ വലിയ കണക്ഷൻസ് ഇല്ല, അവൻ ദുബായ് ബേസ്ഡ് ആണ് അവൻ്റെ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിച്ച് നമ്മളുടെ വെൻഡേഴ്സിനെയൊക്കെ വിളിച്ച് ഇത് എങ്ങനെയാണ്, ഇത് ഏത് രീതിയിലാണ് നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുമല്ലോ. കാരണം അവന് ഏറ്റവും കോസ്റ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ
ഒരു ഇത്. അപ്പം നമ്മളിപ്പോൾ ഒരു 10 പേരെ വിളിക്കുമ്പം 10 കോസ്റ്റ്, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് ഡിഫറൻസ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന എൻ്റെ മനസ്സിലോട്ട് തന്നെത്താൻ ഒരു ഐഡിയ അങ്ങനെ കയറി വരുമായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് ഇവൻറ്റ്സ് നല്ലൊരു പരിപാടിയാണല്ലോ. ഓൾറെഡി 3 ഇവൻറ്റ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു ദിവസം വൈകിട്ട് ഇതുപോലെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സിനിടയ്ക്ക് ഞാൻ ചോദിച്ചു എനിക്ക് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണം. അപ്പോഴേ ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. അപ്പം എൻ്റെ ഒരു കസിൻ പറഞ്ഞു വെന്യൂ ഇവൻറ്റ്സ്. അപ്പം ഞാൻ വെന്യൂ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. അപ്പം ഞാൻ ആ VENU നമ്മുടെ ആ വെന്യൂ എന്നുള്ള മനസ്സിൽ കിടന്നു. പിന്നെ VNU എന്നതിനെ വായിച്ചു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 50 പേര് കേട്ടതിനകത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. എങ്കിൽ പിന്നെ അങ്ങനെ പേരിട്ടേക്കാം. അടുത്ത ദിവസം രാവിലെ അമ്മ ഈ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇന്നു മുതൽ ഒരു ഇവന്റ് മാനേജറായിട്ട് അറിയപ്പെടുന്നു, ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര്. ചുറ്റുമുള്ളവരൊക്കെ എനിക്ക് ശരിക്കും ഭ്രാന്താന്ന് തോന്നുന്നു. അങ്ങനെയാണ് ശരിക്കും ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 ഇവന്റ് ചെയ്തു. ആ ഇവന്റിൽ ആദ്യത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലോപ്പായി പോയി. ശരിക്കും ഫ്ലോപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റ് നമ്മളിപ്പം ഓൾറെഡി ഇതിന് ടെക്നിക്കാലിറ്റി ഒത്തിരി ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ഒത്തിരി ഉണ്ട്. ഇതൊന്നും അറിയാതെ ശരിക്കും ചെന്ന് ചാടി നമ്മളവിടെ ഒരു സിമ്പിളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു കല്യാണം, എല്ലാം നന്നായിട്ട് ചെയ്തു. ജനറേറ്ററിൻ്റെ ഒരു കേസിൽ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ക്ലയൻറ്റ് പറഞ്ഞു അമ്പലത്തിൽ ഓൾറെഡി ജനറേറ്റർ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആസ് എൻ ഇവന്റ് മാനേജർ ഞാനത് സമയത്ത് പറയണമായിരുന്നു, ഇല്ല നമുക്കൊരു ജനറേറ്റർ ബാക്കപ്പ് എടുത്തിടണം എന്ന് ഞാൻ പറയണമായിരുന്നു. പക്ഷെ അന്ന് പറയാനുള്ള ഒരു വിവരം ചിലപ്പം എനിക്കന്ന് ഉണ്ടായില്ല എന്ന് വേണേൽ പറയാം. പ്രോഗ്രാമിന്റെ സ്വീകരണം അങ്ങോട്ട് തുടങ്ങാറായി, പയ്യൻ അങ്ങോട്ട് വരാറ്. അപ്പം ഒരു അമ്പലത്തിന്റെ ഹോൾ ആയതുകൊണ്ട് തന്നെ ഫുള്ളി നമ്മൾ മാസ്ക് ചെയ്ത് മൊത്തം ബ്ലാക്ക് ഔട്ട് ആക്കി അകത്ത് ലൈറ്റൊക്കെ വെച്ച് അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇവന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തിരുന്നത്. സമയമായപ്പം കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോയെന്ന് പറഞ്ഞാൽ ജനറേറ്റർ അങ്ങ് കത്തിപ്പോയി. ചെറിയ ജനറേറ്ററിൽ നമ്മൾ ഒത്തിരി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് താങ്ങത്തില്ലെങ്കിൽ അത് ട്രിപ്പാവും. അങ്ങനായി ഇത്രയും ഇരുന്ന സാധനം മൊത്തം ഇരുട്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം, കല്യാണത്തിന് സ്വീകരണം, ഇത്രയും ആൾക്കാരകത്തിരിക്കുന്നു, ഇത്രയും ചൂട് പൊഴുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ പോലും വർക്ക് ചെയ്യുന്നില്ല, LED ബോൾ വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കൂരിരുട്ട്. ഈ ഒരു അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം. കാരണം അവിടെ തൊട്ടപ്പുറത്ത് അങ്ങ് ചാടിയാലോ എന്ന് വരെ ചിന്തിച്ച നിമിഷമായിരുന്നത്. അന്ന് എന്തോ ഭാഗ്യത്തിന് ആ ഒരു മ്യൂസിക്കൽ ടീമിൻ്റെ ഒരു കൊച്ചു ബാക്കപ്പ് ജനറേറ്റർ അവരുടെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം സ്റ്റേജിനകത്തുള്ള കുറച്ച് ലൈറ്റും സൗണ്ടും അങ്ങ് ഓടി. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അങ്ങനെ നടന്നു. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി അത് ഫ്ലോപ്പായെന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു ഫസ്റ്റ് ആ ക്ലയൻറ്റിനെ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ ഓർക്കും. കാരണം അദ്ദേഹം അന്ന് എന്നെ ഒരു 2 ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് അവിടെ തീർന്നു പോയാനെ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു ഇതുപോലെ ഇനിയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഓർക്കും. ഞാൻ ആ കാര്യം, പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നായിരുന്നു. സുരേഷ്, അതെ, നമ്മുടെ പത്തനംതിട്ട. എന്തായാലും സുരേഷ് ചേട്ടന് ഒരു താങ്ക് യു. കാരണം ഇതുപോലത്തെ ഒരു വ്യക്തിത്വത്തിന് താങ്കൾ കൊടുത്ത ആ ഒരു മോറൽ സപ്പോർട്ട്. കാരണം ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് പോലും ഇപ്പോഴും അറിയത്തില്ല, പുള്ളി ആ പറഞ്ഞ വാഗ്ദാനം അദ്ദേഹം മറന്നു വിടുക്കണം. അപ്പൊ ഓൾറെഡി അത് പേരക്കുട്ടിയായി ഈ ലിങ്ക് അയച്ചു കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, കാരണം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ ടെക്നിക്കൽ സൈഡ്, ഇപ്പൊ ഞാനും ഇവന്റ്സ് ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മുടെ ലിഫ്റ്റ് പണി മുടക്കാറുണ്ട്, ജനറേറ്റർ പണി മുടക്കാം, ഒരു മനസാക്ഷിയുമില്ലാതെ, അതായത് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ് പോയത് എന്ന് മനസ്സിലാക്കാതെ വളരെ ആക്ഷേപപരമായി സംസാരിക്കുന്ന ജനങ്ങൾ കൂടെ ഉണ്ട്. ചെറുപ്പക്കാരല്ല, കാരണം അവർക്ക് ആ സമയത്ത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കണം. അപ്പം അത് പല ഇവന്റിന്റെ ആൾക്കാരും സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് അറിഞ്ഞുകൊണ്ടാണ് ഒരുത്തൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവനെ നമുക്ക് പണിഷ് ചെയ്യാം, അത് എങ്ങനെയാണെങ്കിലും. പക്ഷേ നമ്മളുടെ ചിലപ്പം വിധിപരമായി ചില സമയത്ത് സംഭവിച്ചു പോകുന്നതാണ്. അതിന് ഇവന്റ് മാനേജർ എന്ത് ചെയ്തു, ഇവന്റ് പ്ലാനർ എന്ത് ചെയ്തു? ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനോടാണ്. വെന്യൂ ഇവന്റ്സ് കെട്ടിപ്പടുത്തിയ കഥയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ആ ഓൺട്രപ്രണർഷിപ്പിൽ ഒരുപാട് തോൽവികൾ, ഒരുപാട് പരാജയങ്ങൾ, തുടങ്ങിയ ഇവന്റ് തന്നെ ഇനിഷ്യലി ഫ്ലോപ്പായിട്ട് അവിടെ നിന്നും മനോധൈര്യം വിടാതെ ആ ചെറുപ്പക്കാരൻ പിടിച്ചു കയറിയ സ്റ്റോറീസാണ് റിച്വൽസ് ആൻഡ് റോസസിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിൽ ക്യാച്ച് യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഈസ് നളൻ ഷൈൻ. അപ്പോൾ സുരേഷ് ചേട്ടന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദിസ് ഇസ് റിച്വൽസ് ആൻഡ് റോസസ് ആൻഡ് യു ആർ ലിസണിങ് ടു രാഹുൽ നായർ, ഹു ഇസ് ദി ഓണർ ഓഫ് വെന്യൂ ഇവന്റ്സ്. അപ്പോൾ രാഹുൽ, അങ്ങനെ സുരേഷ് ചേട്ടൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി അല്ലേ പത്തനംതിട്ടക്കാരൻ അവിടുന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് വെന്യൂ ഇവന്റ്സ്
500-ൽ പരം അല്ലെ, മോർ ദാൻ 500 ഇവന്റ്സ്, 1000-ൽ പരം ഇവന്റ്സ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതിനകത്ത് വെഡിങ്സ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇവന്റ്സ് ആണ് ഇപ്പൊ ചെയ്യുന്നത്? കൂടുതലും വെഡിങ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഉള്ളിൽ കോർപ്പറേറ്റ് ഇവന്റ്സും ബർത്ത്ഡേസും ബാപ്റ്റിസും അങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഞാനിപ്പോ ഈ വെഡിങ്സിലേക്ക് വരാം. ഈ വെഡിങ്സിൽ തന്നെ ക്രിസ്ത്യൻ വെഡിങ്, ഹിന്ദു വെഡിങ്, മുസ്ലിം വെഡിങ്സ്. എനിക്ക് അറിയാവുന്ന വെന്യൂ ഇവന്റ്സ് ഹിന്ദു വെഡിങ്സ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ അത് സ്പെഷ്യലൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞത് ഇതിനകത്ത് ഇനിയിപ്പോ ജാതിയും മതമൊന്നും അല്ല, ഓരോരുത്തർക്ക് അല്ലെ. എന്തിനകത്ത് അടിയിൽ വന്നിട്ടേ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചേട്ടന്മാർ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്ന മറ്റേ ഫേക്ക് ഐഡിയകളും ഉണ്ട്. അപ്പൊ അവരെ കൂടെ ചേർത്ത് പറഞ്ഞു ഇതിനകത്ത് വെന്യൂ ഇവന്റ്സ്, വൈ you are getting so interested with Hindu weddings? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ശരിക്കും എല്ലാം ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ വെഡിങ്ങും ഹിന്ദു വെഡിങ്ങും അല്ലെങ്കിൽ മുസ്ലിം വെഡിങ്സും എല്ലാം ചെയ്തിട്ടുമുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് കൂടുതൽ ആ സമയത്ത് ഒരു ബ്രാൻഡിങ്ങിന്റെ സമയത്ത് നോക്കിയപ്പം ആൾക്കാർ കൂടുതലും ഇപ്പം മുമ്പേ പറഞ്ഞു നമ്മൾ വെജ് ഹോട്ടലിലും നോൺ വെജ് ഹോട്ടലിലും ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ കൂടുതലും വെജ് ഹോട്ടൽ അന്വേഷിച്ചിട്ടായിരിക്കും പോവുക. നോൺ ഉള്ളിടത്ത് ഉണ്ടെങ്കിലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഞാനൊന്ന് പ്രയോഗിച്ച് നോക്കി. അപ്പം ഈ പറഞ്ഞ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഹിന്ദു വെഡിങ്സ് സ്പെഷ്യലൈസ് ചെയ്ത ഒരാളെ, കാര്യം ഹിന്ദു വെഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസ് ആണ് കൂടുതലും. ഒരു ടൈമിങ്ങിൽ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഹിന്ദു വെഡിങ്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ റിസപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ എടുക്കുക, ഇതിനൊന്നും ഒരു മുഹൂർത്തം എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ ഇത്ര മണിക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിലേ വന്നു, ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹിന്ദു വെഡിങ്ങിനകത്ത് പ്രശ്നം മുഹൂർത്തം, ഇത്രയും സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ, പിന്നെ കുറച്ച് ഈ പറയുന്ന ഈ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ആ സമയവുമായിട്ട് ബന്ധപ്പെട്ടതും ഇതുമായിട്ട് ഓരോ ജാതിയിലും ഓരോ സ്ഥലത്തും പല പല റിച്വൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ അതിനകത്തുനിന്ന് അങ്ങ് പതുക്കെ അങ്ങോട്ടോ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തു തരാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരും പലവരും. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഓരോ സ്ഥലത്ത് റിച്വൽസിനെ പറ്റി പഠിച്ചു. ഇപ്പം നായർ വെഡിങ് എങ്ങനെയാണ്, ഈഴോ വെഡിങ് എങ്ങനെയാണ്, ബ്രാഹ്മൺ വെഡിങ് എങ്ങനെയാണ്, അങ്ങനെ ഓരോ ടൈപ്പ് വെഡിങ്ങും ഓരോ സ്ഥലത്ത്. ഇപ്പം നായർ വെഡിങ് തന്നെ ട്രിവാൻഡ്രത്ത് ഉള്ള രീതിയല്ല പത്തനംതിട്ടയുള്ള രീതിയല്ല എറണാകുളം, ഇവിടെയുള്ള രീതിയല്ല തൃശ്ശൂർ പോകും. അതുപോലെ ഓരോ ആ ഒരു വ്യത്യാസമുണ്ട്, ഒരു പ്രാദേശികമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ പല ക്ലയൻസിനും നമുക്ക് പല സൊല്യൂഷൻസും കൊടുക്കാതായി. നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ചില ആൾക്കാരോടൊക്കെ നിങ്ങൾ ഹിന്ദു വെഡിങ് ചെയ്യുമ്പോൾ വന്നത് കിണ്ടി കൊരണ്ടി അതൊക്കെ ഭയങ്കര ടെൻഷനാന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്കതൊരു ഭയങ്കര രസമാണ്. താങ്കളിപ്പോൾ ഒരു വെഡിങ് കൺസൾട്ടന്റ് ആയി മാറി. ഞങ്ങൾ ശരിക്കും പ്യോർലി ഒരു വെഡിങ് പ്ലാനറാണ്, ഒരു ഹിന്ദു വെഡിങ് പ്ലാനർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഏത് രീതിയിൽ എങ്ങനെ വേണം എന്നുണ്ടെങ്കിലും, ഏത് സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിലും, ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആയിക്കോട്ടെ, അത് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊരു കൺസൾട്ടേഷനാണ് ഞങ്ങൾ കൂടുതലും കൊടുക്കുന്നത്. ഇപ്പൊ എത്ര വയസ്സായെന്ന്? ഇപ്പൊ ഏകദേശം ഒരു 33-34-35 ചെറിയ പ്രായത്തിനകത്ത് 1000-ൽ പരം വെഡിങ്സ് ചെയ്തിരിക്കുകയാണ്. വെന്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ഞാൻ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് രാഹുലിനെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, രാഹുലിനെ ഞാൻ ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണ് പരിചയപ്പെടുന്നത്. അന്ന് കുറച്ചും കൂടെ ട്രിമ്മും കുറച്ചും കൂടെ ചുള്ളനായി, ഇന്നല്ല. അപ്പോൾ ആ ഒരു ഫയർ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവ എവിടം വരെ പോകാനാണ്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല, ഓരോ വെഡിങ്ങും ഒരു ടാസ്ക്കാണ് ശരിക്കും. ഈ പേരൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞ പോലെ മക്കളായി ആ മക്കളെ വളർത്തി അവരുടെ മൈൻഡിൽ പോലും ഇപ്പം സാധാരണ എല്ലാവരും പറയാറുണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ടും കല്യാണം നടത്താൻ വേണ്ടിയിട്ടുമാണ് നാട്ടിലെ മലയാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് എന്ന് പലരും തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു കുഞ്ഞുണ്ടായാലും ഒരു പെൺകുഞ്ഞുണ്ടായി അത് വളർന്നൊരു 22, 23, 25, 30 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ നല്ലൊരാളെ കൊണ്ട് കല്യാണം, നല്ല എല്ലാവരും അറിയുന്ന രീതിയിൽ നല്ലൊരു കല്യാണം നടത്തണം എന്നുള്ളതാണ്. അപ്പം അത്രയും വർഷമായിട്ട് ഇവർ ആഗ്രഹിച്ച് വരുന്നതാണ് ഈ കല്യാണം. അത്രയും ഉത്തരവാദിത്വം നമ്മളുടെ തരുമ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു വലിയ കുറ്റമാണ്. അപ്പം അതിന് നമുക്ക് ശരിക്കും ഒരു കോർ ടീം തന്നെ ഉണ്ട്, ഒരു വെഡിങ് പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷെ രാഹുൽ, ഇപ്പം ഈ വെഡിങ് എന്ന് പറയുന്നത് ഓരോ തലത്തിലാണല്ലോ. അതെ. സാമ്പത്തികം ഒരു വലിയ വിഷയമാണ്. ചില ആൾക്കാർക്ക് സർപ്ലസ് ആയിട്ട് ഫണ്ട് കാണാം, ചില ആൾക്കാർക്ക് സർപ്ലസ് ആയിട്ട് ഫണ്ട് കാണത്തില്ല അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സദ്യ എന്ന് പറയുന്നത് മനസംതൃപ്തിയോടുകൂടി വിളമ്പാൻ കഴിയണം. അപ്പൊ അതിനൊരു ഫോർമുലയുണ്ട്. അതിനിപ്പോ 21 കൂട്ടം കറി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ സദ്യയില് നമുക്ക് 21 കൂട്ടത്തിലും വിളമ്പി തൃപ്തിപ്പെടുത്താം, ചിലപ്പോൾ തൃപ്തി ആവാത്തതും കാണാം. പക്ഷെ ഇത് വിളമ്പുന്നതിലാണ്
അതെ ഇരിക്കുന്നത്, അതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നു. ഇപ്പം നമുക്കൊരു 20 ലക്ഷം രൂപയ്ക്കും ചെയ്യാം, ഒരു 10 ലക്ഷം രൂപയ്ക്കും ചെയ്യാം, ഒരു 50 ലക്ഷം രൂപയ്ക്കും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം താങ്കൾ നേരത്തെ ഈ വെജിറ്റേറിയൻ ഹോട്ടൽസിൻ്റെ കാര്യം പറഞ്ഞാണ്. ചില ഭയങ്കര പേര് കേട്ട വെജിറ്റേറിയൻ ഹോട്ടലായിരിക്കും, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര നെഞ്ചരിച്ചില്ല. ചില അമ്മമാർ നടത്തുന്ന ചെറിയ ഹോട്ടലായിരിക്കും, അവിടെ ഇഡ്ഡലി തരുന്നത് പൂവരശിയുടെ ഇലയൊക്കെ വെച്ചിട്ടായിരിക്കും. ആ ഇല അങ്ങോട്ട് ഇളക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഇഡ്ഡലി കഴിക്കുന്നത്. ആ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ടം ടം എന്ന് പറഞ്ഞ് പഞ്ഞി പോലെ ഇരിക്കും. അപ്പൊ അതിന്റെ ഒരു ചൈതന്യം കൊടുക്കാൻ വെന്യൂവിന് പറ്റിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ക്ലയൻസ് മുമ്പ് ഈ പറഞ്ഞ പോലെ ഓരോ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരിക്കലും ഇത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല. ഓരോ ക്ലയൻസിനും ഓരോ ബഡ്ജറ്റാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 1000 വെഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേരും 1000 രീതിയിലാണ് ചിന്തിക്കുന്നത്. 1000 പേർക്കും 1000 ബഡ്ജറ്റാണ്. അവരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ പല രീതിയിലാണ്, വരുന്ന ഗസ്റ്റുകൾ പല രീതിയിലാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർ പറയും എൻ്റെ ഗസ്റ്റുകൾ ഇങ്ങനെയാണ്, സോ അവരെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ ആൾക്കാർക്ക് വരുന്നവർക്ക് അതൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ പോയിന്റ് എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത്. എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എപ്പോഴും ഡെക്കറേറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള ഒരു വലിയൊരു ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കിടപ്പുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും വേണം എന്നൊരു നിർബന്ധവും ഇല്ല. ചില നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് കേറ്ററിംഗ് ഇല്ല, അപ്പോൾ ഇവർ കമ്മീഷൻ ഏജന്റ് ആണ് എന്നുള്ളൊരു ഭയങ്കരമായ സംഭവമുണ്ട്. ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ഇവന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൺ പ്രൊഡക്ഷൻ കാണുന്നത് വളരെ കുറവാണ്. അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി, ഈ ബഡ്ജറ്റിനകത്ത് ആ ക്ലയൻറ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കി, ആ ഡിസൈൻ അതായത് എന്ന് ഇവർ കല്യാണം ബുക്ക് ചെയ്യുന്നു അത് മുതൽ ആ കല്യാണം നടത്തുന്നവരെ ഒരു ഫുൾ കൺസൾട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും വരാം. അതിൻ്റെ തുടക്കം ഒരു ഗസ്റ്റ് അകത്ത് കയറി ഇറങ്ങി തിരിച്ചു പോകുന്നത് വരെ ഒരു ഹോസ്പിറ്റാലിറ്റി സൈഡ് വരും, അവിടുത്തെ ഒരു ടെക്നിക്കൽ സൈഡ് വരും, അവിടുത്തെ ഈ പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് സൈഡ് വരും. ഇതുമായിട്ടുള്ള എല്ലാം ഒരു കോർഡിനേഷനാണ് ശരിക്കും ഒരു ഇവൻറ്റ് പ്ലാനർ ചെയ്യുന്നത്. അപ്പം അവർക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫീസ് ഉണ്ടാവും, ഒരു കൺസൾട്ടിങ് ചാർജോ അല്ലെങ്കിൽ സർവീസ് ചാർജോ അവർക്കുണ്ടാവും. ആ ഒരു സർവീസ് ചാർജ് ഇവർ വാങ്ങിക്കുന്നത് ഇതേപോലെ ഒരു ഫുൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വൺ മാൻ ആർമി എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാടുള്ള കാര്യമാണ്. അങ്ങനെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇപ്പം അതൊരു ടീം ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമായി, കുറച്ചുകൂടെ ഒരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ പ്രൊഫഷണലി അതെ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു റിസ്ക് ഇല്ലാതെ നമ്മൾ ചെയ്യുക, ഒരു ബാക്കപ്പ് പ്ലാനുമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ ഒരു ക്ലയന്റ് താങ്കളുടെ അടുത്ത് 500 പാക്സിന്റെ ഒരു പ്രോഗ്രാം പറയാം. അപ്പൊ താങ്കൾ ഒരു ചാർട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു, ചേട്ടാ നമുക്കൊരു ഇത്ര കെവിയുടെ ഒരു ജനറേറ്റർ വേണ്ടി വരും, പിന്നെ നമുക്ക് ഒരു ബാക്കപ്പിന് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് കേൾക്കാണ്ട് പുള്ളി കയറി അങ്ങ് ഇടപെടും. അത് ഞാൻ നോക്കിക്കോളാം, ഇതെൻ്റെ ഇത് ഞാൻ ഈ ഏരിയ നോക്കിക്കോളാം, മറ്റേ നോക്കി. അപ്പം നമ്മളെ പക്ഷെ പേര് വെച്ചിരിക്കുന്നത് വെന്യൂ ഇവന്റ്സ് ആണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഒരു പായസമാണെന്ന് വെച്ചാൽ ഒരു ഡെസേർട്ട് ആണെന്ന് വെച്ചു. ആ ഡെസേർട്ട് പറയുന്നത് അത് വേണ്ട, നിങ്ങൾ 2 ഇഡലി കൊടുത്താൽ മതി, നിങ്ങൾ ഇത് സാമ്പാർ കൊടുത്താൽ മതി, നിങ്ങൾ ചമ്മന്തി ഇത്ര ചെയ്താൽ മതി, 1,500 വരെയാണ്. എന്നിട്ട് ഇത് പറയുന്നതിൽ നിന്നും കൂടുതൽ ആൾക്കാർ വരും. ഈ ആൾക്കാരെല്ലാവരും സാധാരണ വെഡിങ്ങിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഡെസേർട്ടോ ഇല്ലെങ്കിൽ ഇപ്പം അന്ന് ഈ കറണ്ട് അടിച്ചു പോയി ജനറേറ്ററിൻ്റെ കാര്യം ചോദിക്കുകയോ. സോ എന്നിട്ട് ലാസ്റ്റ് ഈ ജനങ്ങൾ മൊത്തം വന്നിട്ട് രാഹുലിനെ അങ്ങ് തള്ളക്കി വിളിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ പറയാണ്, നമ്മൾ ആദ്യമേ ബഡ്ജറ്റ് കൊടുത്ത നമ്മൾ ഇതേ ചെയ്യാൻ പറ്റൂ, ഇത് ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര സ്പേസേ ഉള്ളു, ഇതിനകത്ത് നമ്മൾ ചെറിയ ബോട്ടിൽ വെള്ളമല്ല വെക്കുന്നത്, നമ്മൾ ക്യാൻ വാട്ടറാണ്, നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചെറിയ ബോട്ടിൽ വെള്ളം കൊടുക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതൊന്നും അറിയാത്തൊരു പൊട്ടനെ കണക്ക് ഇളങ്ങ് നിൽക്കും. ഇഷ്ടംപോലെ എൻ്റെ ദൈവം ഒത്തിരി ഇത് ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് ആ ഒരു ക്രൂ അന്നത്തെ ഒരു ദിവസത്തിൽ ഈ ഗസ്റ്റ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാരും, ഇപ്പം നമ്മൾ പറയുന്നത് വെൻഡേഴ്സ് എന്ന് പറയും, ഇത്രയും വെൻഡേഴ്സും നമ്മളുടെ ഓണായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കന്ന് അവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും നമ്മൾ ഇതാ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം. ഇപ്പം എക്സാമ്പിളിന് ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുക്കുക, ഒരു 5000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ആൾക്കാരെ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഒരു മ്യൂസിക്കൽ ഫ്യൂഷൻ ഒരു ഇൻസ്ട്രുമെന്റൽ ആർട്ടിസ്റ്റ് എടുക്കുക, ഒരു 15,000 രൂപ മുതൽ ഒരു 6, 7, 8, 10 ലക്ഷം രൂപ വരെയുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ബാൻഡ് അവൈലബിൾ ആണ്.
ഇനി എന്തോ ഫോട്ടോഗ്രാഫി കമ്പനി എടുക്കുക, അവിടെ ഇതേ പറഞ്ഞതുപോലൊക്കെ തന്നെ 50,000 രൂപ മുതൽ ഒരു 8-10 ലക്ഷം രൂപ അതും കിടക്കും. ഒരു സദ്യ എടുക്കുക, ഇപ്പോഴും 100 രൂപയ്ക്കും 120 രൂപയ്ക്കും ചെയ്യുന്ന ആൾക്കാർ മുതൽ 1,600-700 രൂപയ്ക്ക് ചെയ്യുന്ന കേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് ആരൊക്കെയാണ് ചെയ്യുന്നത്, ചിലരുടെ അവരുടെ ഒരു പോസിറ്റീവ്സ് എന്തായിരിക്കും, നെഗറ്റീവ്സ് എന്തായിരിക്കും. പക്ഷെ ഇതൊരിക്കലും ക്ലയന്റിന് അറിയില്ല. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ആണ് ശരിക്കും ക്ലയന്റ് ഒരു ഇവന്റ് പ്ലാനറിന്റെ നിന്ന് മേടിക്കേണ്ടത്. കാരണം അവരുടെ ഒരു ബഡ്ജറ്റിനകത്ത് ആര് ഫിറ്റ് ആവും എന്നുള്ള കാര്യം. അത് അല്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു 10 ലക്ഷം രൂപ വരുന്ന രീതിയിൽ വലിയൊരു സ്റ്റേജിന്റെ ഫോട്ടോ കാണിച്ചാൽ ഇത് കൊള്ളാം, പക്ഷെ എന്റെ ബഡ്ജറ്റ് 1 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കണം. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് അവർ വിചാരിക്കും ഇവർക്കില്ല പറ്റത്ത, ഞാൻ വേറൊരാളെ കാണിക്കാം. ഇവരൊരു 10 പേരുടെ അടുത്തുകൊണ്ട് നടക്കും. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറയും 1 ലക്ഷം രൂപയ്ക്ക് ഞാനിത് ചെയ്തു തരാം. അപ്പം അവർക്ക് ഹാപ്പിയാവും. അവരെന്തുമായിരിക്കും പറയുന്നത്, അവരോട് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല, അല്ല വെന്യൂനോട് പറഞ്ഞിട്ട് ചെയ്തില്ല, അത് അടുത്തുള്ള ഈ ആള് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇത് എങ്ങനെങ്കിലും ഒന്ന് എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെക്കും. അവസാനം ക്ലയന്റ് മുമ്പേ പറഞ്ഞതുപോലൊക്കെ തളക്കി വിളിക്കും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് ഒരു സ്വിഫ്റ്റ് പോലത്തെ ചെറിയ കാറിനകത്ത് മുണ്ട് കൊടുത്ത ഒരാൾ വരികയാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു ഞാനൊരു പാവപ്പെട്ടവനാണ്, ചെറിയൊരു കല്യാണം നടത്തണം. അപ്പം നമ്മൾ വിചാരിച്ച് എടാ ഇയാളൊരു പാവപ്പെട്ടവനാണല്ലോ, ഇയാൾക്കപ്പം നമ്മളിപ്പോൾ 550 രൂപയുടെ സദ്യ കൊടുത്തിട്ട് കാര്യമില്ല, ഇയാൾക്ക് ഒരു 150 രൂപയുടെ സദ്യ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പം നമ്മളെല്ലാം ചെറുതായിട്ട്, കാരണം ഇയാൾ വന്നിരിക്കുന്ന ഒരു മുഷിഞ്ഞ മുണ്ട് കൊടുത്ത് ഒരു മുഷിഞ്ഞ ഷർട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് ഇയാൾ വന്നത്, ഫോർ എക്സാമ്പിൾ റിസപ്ഷനകത്ത് ഇയാൾ വന്നത് ബെൻസിനകത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്രൂവും ആ ഇവന്റ് കോർഡിനേറ്ററും ഞെട്ടി നിൽക്കുക. കാരണം വരുന്ന പ്രൊഫൈല് മൊത്തം മാറി. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റും പ്ലാനും കഥ മൊത്തം മാറി. ലാസ്റ്റ് അവിടെ വന്ന ആൾക്കാരൊന്നും ഇത് കൊള്ളത്തില്ല, ഇതിനകത്ത് ഐറ്റംസ് കുറവായിരുന്നു, ഇതെന്താണ് ഇത് വല്ലതും ഈ ഉടമസ്ഥൻ സമ്മതിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് അവൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ വന്നതൊരു ചെറിയ വണ്ടിക്കകത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇതെല്ലാം മതി, ചെറുതാണെന്നൊക്കെ പറഞ്ഞു. അവിടെ പിന്നെ പോലീസൊക്കെ വന്ന് പ്രശ്നമായ കഥകളാണ്. തീരം എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രശ്നമാണ്. കാര്യം ക്ലയന്റിന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇത് അവിടെ റേറ്റ് കുറച്ച് കിട്ടും എന്നല്ല, അവിടെ അവർ പ്രതീക്ഷിക്കേണ്ട അവരുടെ സർവീസാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും. മുമ്പേ പറഞ്ഞ പോലെ നമ്മളിലൊരു ആർക്കിടെക്റ്റിന്റെ ജോബ് ഉണ്ട്. ഇപ്പോൾ ഒരു വീട് പണിയാൻ ഒരു മേശരിക്ക് ഇപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് പോയി കഴിഞ്ഞാലും അവരോടൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതുപോലെ തന്നെ പണി. പക്ഷേ ആ ഡിസൈൻ കൊടുത്ത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവതെന്ന് പറയാൻ അവിടെ ഒരു ആർക്കിടെക്ട് വേണം. ആ സെയിം സംഭവം തന്നെയാണ് ശരിക്കും ഒരു വെഡിങ് പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു എക്സ്പെർട്ടൈസിനാണ് അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു വെഡിങ്ങിന് അവർക്ക് മുമ്പേ പറഞ്ഞല്ലോ, അവർ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണ് ഗസ്റ്റ് വരുന്നത്, സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് മൊത്തത്തിലൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ വേണ്ടത് ഭയങ്കര ഭീമാകാരം സാധനം. അപ്പം ഞങ്ങൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലുമല്ല. പിന്നെ നമുക്കറിയാവുന്ന റെഫറൻസ് വഴി വന്നതായതുകൊണ്ട് ഒരു പരിധി വരെ ഒരു ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. പ്ലസ് നമ്മളുടെ ഒരു സർവീസ് ചാർജ്. അപ്പോൾ ക്ലയൻറ്റ് ഭയങ്കര ഷൗട്ടിങ്, എന്തിനാണ് നിങ്ങൾക്ക് സർവീസ് ചാർജ്? നമ്മളൊരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ കടയിലെ സാധനത്തിൻ്റെ കൂട്ടത്തിൽ സാധനത്തിൻ്റെ വിലയല്ലേ എടുക്കത്തുള്ളൂ, സാധനത്തിൻ്റെ സർവീസ് ചാർജ് എടുക്കത്തില്ലല്ലോ എന്നാണ് പുള്ളിയുടെ ഒരു വാദം. അപ്പം ഞങ്ങൾ പറഞ്ഞു സാർ ഇത് ശരിക്കും ഞങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്, ഈ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞല്ലോ സാറിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് സാറിനെ പഠിപ്പിച്ച് ഈ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് അവിടെ കോർഡിനേറ്റ് ചെയ്ത് സാറിന് എററും ഇല്ലാതെ തീരുന്നതിനാണ് നമ്മുടെ സർവീസ് ചാർജ്. ശരിക്കും അതാണ് ഇവന്റ് പ്ലാനേഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. അത് മേടിക്കാതെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പ്രോപ്പർ ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അവർ കൂടുതൽ ഡെക്കറേറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസൈനേഴ്സിന്റെ ഒരു വിങ് ഉണ്ടാവും, വെഡിങ് പ്ലാനേഴ്സിന്റെ ഒരു വിങ് ഉണ്ടാവും, എക്സിക്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു വിങ് ഉണ്ടാവും, ഓപ്പറേഷൻ മാനേജർ ഉണ്ടാവും. ഇങ്ങനെ വരുന്നൊരു വലിയ സന്നാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇവന്റ് ഒരു എറർ ഫ്രീ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അത് രാഹുലിന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ക്രിട്ടിക്കൽ സൊല്യൂഷൻ കൊടുത്ത ഏതെങ്കിലും ഒരു ഇവന്റ് ഉണ്ടോ? ഇപ്പം റീസെന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് പറയുമ്പോൾ ഒരു രസം തോന്നുന്നൊരു കാര്യമാണ്. നമുക്ക് ലെമറഡിയിലൊരു വെഡിങ്, ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു നടന്നു. അപ്പം ആ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ക്ലയൻസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഈ കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര റിച്ച് ആണ്, അങ്ങനെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ആ ഒരു പ്രോഗ്രാമിന് ഹൽദി, അത് കൂടുതലും എല്ലാ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ചെയ്യുന്ന ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. അവിടെ ഈ പറയുന്ന പോലെ ഒരു ഹൽദി നടക്കുകയാണ്. അപ്പം ഹൽദി ഒരു ഓപ്പൺ ഏരിയയിലാണ് നടക്കുന്നത്. അപ്പം അത്യാവശ്യം ഡെക്കോറെല്ലാം ഇതായി, കപ്പിള് വന്നു, ഏകദേശം അവിടെ റിച്വൽസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഏകദേശം മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയപ്പോൾ ഇനിയും പ്രോഗ്രാം ബാക്കി കിടക്കുക. അപ്പം ഇവർക്കിത് മാറ്റാനും പറ്റുന്നില്ല, എന്തോ ചെയ്യണമെന്നും അറിയത്തില്ല. അപ്പം നിപ്പിന്ന് പറയാം നമുക്ക് മഴയത്തെങ്കിലും മറ്റേ ഹൃദയം സിനിമയിലെ പോലെ നമുക്ക് മഴയത്തെങ്ങ് കൂടിയാലോ, അപ്പം എല്ലാവരും ഹാപ്പി. നിപ്പി ആ ഒരു മൂഡേ മാറ്റി കളഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഫുള്ള് പിന്നെ മഴയത്തായി. ബാക്കിയുള്ള കളികളും കാര്യങ്ങളും ഈ പറഞ്ഞ ഫോട്ടോ എടുപ്പും എല്ലാം, ഫോട്ടോഗ്രാഫർ ക്യാമ്പിൽ കുടം പിടിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കുക. പക്ഷെ അതിൻ്റെ ഒരു ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ ആ സമയത്ത് അയ്യോ ഇനി എന്ത് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇവർ പിന്നെ പ്രോഗ്രാം കുളമായല്ലോ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കുളമായി.
പക്ഷെ അതിന് നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ്സിനെ എങ്ങനെ ആ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഔട്ടും ഉണ്ടായി ഭയങ്കര മെമ്മറബിൾ മൊമെന്റും. അതെ ആ ഒരു ഏറ്റവും ഉള്ള ഒരു ഇവന്റ് പ്ലാനറിന്റെ ഞാൻ വേണം എന്ന് വിചാരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റും സ്പോട്ടിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവാണ്. ഇപ്പൊ ഒരു 1000 പേര് ചുറ്റി ഇരുന്ന് കഴിഞ്ഞാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പ്രോഗ്രാമിന് പ്രശ്നം വന്നപ്പോൾ മാറിയെന്ന് കരഞ്ഞ ആളാണ് ഞാൻ. ഈ ഒരു പ്രശ്നം വരുമ്പം സ്പോട്ടിൽ എന്ത് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എടുക്കുന്ന തീരുമാനം ഏറ്റവും ബെസ്റ്റ് ആക്കണമെന്ന് കോൺഫിഡന്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ഇവന്റ് പ്ലാനറിന് പറ്റണം. മനസ്സിലായി. അങ്ങനെ ചെയ്യുമ്പോഴത്തത് ഏറ്റവും നല്ലതായിട്ട് പോകും. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാനിവിടെ എത്തി, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഞാനിവിടെ എത്തിയെങ്കിലും ഇഷ്ടം പോലെ തോൽവികളും പരാജയങ്ങളും പറ്റിക്കപ്പെട്ടതിൻ്റെയും വേദനിക്കപ്പെട്ടതിൻ്റെയും കഥകളുണ്ട്. അതും കൂടെ നിൽക്കുന്നവരാണ് കൂടുതലും ചതിക്കുന്നത്, പുറത്തുനിന്നല്ല പൊതുവെ പണി വരാറുള്ളത്. താങ്കൾക്ക് കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ പണിയെ പറ്റി എന്താണ് പറയുന്നത്? ഇടയ്ക്ക് കിട്ടിയൊരു പണി എന്ന് പറഞ്ഞാൽ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ചെയ്തു. ശരിക്കും അത് അമ്പലമായിട്ടല്ല, അമ്പലത്തിൽ നടന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ദൈവവിശ്വാസം കൂടുതലുള്ളത് കൊണ്ട് ഓക്കെ അത് കുഴപ്പമില്ല, നമ്മളങ്ങ് ബാക്കിയുള്ളവരെ നമുക്ക് എന്ത് പ്രത്യേക സർവീസ് ചാർജൊന്നും വേണമെങ്കിൽ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് അപ്പം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അതായത് നമ്മൾ ഡയറക്റ്റ് ചെയ്തൊന്നല്ല, ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. പക്ഷെ അതിൻ്റെ ഒരു പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്കൊന്ന് കിട്ടാറുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നമുക്കത് അമ്പലത്തിൻ്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പോലും അങ്ങനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനകത്ത് മെയിനായിട്ട് നിന്നത് വേണ്ട ഞാൻ പറയുന്നില്ല, അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നടക്കുമ്പം അവരുടെ ഹാപ്പിനെസ് അവിടെ അവർക്കൊരു നിനക്ക് ഇത്ര തരത്തുള്ളൂ അല്ല നിനക്ക് ഇത് വേണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അവരത്രയും ഹാപ്പിയാണ്. അത് മാത്രമല്ല രാഹുൽ സെലക്ട് ചെയ്യുന്ന ക്ലയന്റും ചെയ്യുന്നതിനകത്ത് കൂടി ഇരിക്കുക. കാരണം എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് പൊട്ടനെ ചെട്ടി പറ്റിച്ചാൽ ചെട്ടിയെ ദൈവം പറ്റിക്കുക. അടിസ്ഥാനപരമായി എന്നെ പറ്റിച്ചിട്ടുള്ളതും എൻ്റെ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ എൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം വലിച്ചോ പുത്ര എന്ന് പറഞ്ഞ് അടക്കുക. കാരണം ഒരു ഗതിയും പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചോളം വന്നാൽ നമ്മളെ നിന്ന് തട്ടിപ്പറിച്ച് ഗതി പിടിച്ചവന്മാരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ല, ഞാൻ തട്ടിപ്പറിച്ചവന്മാരെ പറ്റിയാണ് പറയുന്നത്. അപ്പം അങ്ങനെ കാരണം എന്താ, നമ്മൾ ഈ ഇവന്റ് ചെയ്യുമ്പോൾ ഇല്ലേ നമ്മളൊരു അന്നത്തെ അതിൽ വന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോസ് എടുക്കുന്നു, ഇല്ലേ വീഡിയോസ് എടുക്കുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഭക്ഷണം വയ്ക്കുന്നു. അപ്പോൾ ഏതിനെങ്കിലും ചിലപ്പോൾ ഒന്ന് ഉപ്പ് കൂടിയില്ലേ ഉപ്പ് കുറഞ്ഞു, ഇല്ലെങ്കിൽ ചിലപ്പം പപ്പടം ഒന്ന് തണുത്തു എന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ ഒന്ന് ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ അകത്ത് അത് മാത്രം പിടിച്ചുകൊണ്ട് കുറ്റം പറയുക, പിന്നെ പ്രസ്ഥാനങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മളെയും കൂടെ ചേർക്കുക എന്ന് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലൊരു മനസ്സില്ലെങ്കിൽ, ഇപ്പം താങ്കൾ ഈ പറയുന്നതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് താങ്കളുടെ മനസ്സാണ്. നല്ലൊരു മനസ്സില്ലെങ്കിൽ നല്ലൊരു ജീവിതമില്ല. അതിൻ്റെ അകത്താണ് എനിക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ടത്. സക്സസ് മീൻസ് പീസ്. ഇപ്പം എനിക്കറിയാവുന്ന വേറൊരു ഇവന്റ് നടന്ന സമയത്ത് ഫുൾ സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര ഈ പൈസ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ ജാടയും കൂടെ ഒരു പാക്കേജ് ആണല്ലോ. അപ്പം സെറ്റ് ഇട്ടു, ഭയങ്കര പ്രതീക്ഷയിൽ ആണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ലേഡി കയറി വരുന്നു, അല്ലെ മെയിൻ ചേട്ടൻ കയറി വരുന്നു. അയാൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. സ്പോട്ടിൽ പറയാണ്, ഇതൊന്നും അല്ല ഞാൻ മനസ്സിൽ കണ്ടത്, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളിത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓവർ നൈറ്റ് മാറ്റേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ദിവസമായിട്ട് പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കാര്യം ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു ഡിസൈനേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വിത്ത് ഈ പറയുന്ന പോലൊക്കെ ഒരു ഡിസൈൻ ബുക്ക് അടക്കം അവർക്കൊരു മോക്ക് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വർക്കിലേക്ക് പോവുക. ഉറപ്പായിട്ടും അവരെന്താണ് ഫോട്ടോയിൽ കണ്ടത് ഞങ്ങളെ കാണിച്ചേക്കുന്നത് അത് തന്നെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലല്ലേ. അതെ, നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ചെയ്ത ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇപ്പൊ ഹാൻഡ് സ്കെച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏകദേശം പറഞ്ഞ് ഐഡിയ കൊടുക്കും. നമ്മൾ ഈ വായിനാക്കാന്നല്ലേ അന്തരീക്ഷത്തിലായാലും വരച്ചു കാണിക്കുക എന്നുള്ളതാണല്ലോ ഒരു ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പം ഒരു ഇതുവരെയായിട്ടും അങ്ങനെ ഒരു 1-2 ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരു സാധനം വെച്ചത് മാറിപ്പോയി അങ്ങനെയൊന്നുള്ള, അല്ലാതെ ഒരു ഭയങ്കര മേജർ ആയിട്ടുള്ളൊരു വിഷയം. ഈ പൂജാരി ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിട്ടിയില്ല, അങ്ങനെ ഇവന്റിനകത്തുനിന്ന് ഒരാളെ നമ്മൾ പൂജാരിയാവേണ്ട അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഈ കൂടുതലും ഈ ഇപ്പം
ഒരു ഈഴോ വെഡിങ്സിനൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പൂജാരി മസ്റ്റായിട്ട് നമുക്ക് വേണം. പക്ഷേ നായർ വെഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ കരയോഗവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുമാണ് കൂടുതലും വേണ്ടത്. ഇപ്പം കൂടുതൽ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആൾ വരാത്തതിൻ്റെ പേര് നമ്മൾ തന്നെ പിന്നെ സ്റ്റേജിൽ കയറി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചടങ്ങ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാതെ കൂട്ടത്തിൽ ആ സമയത്ത് നിൽക്കുക, അതുവരെ നമ്മൾ കൂട്ടത്തിൽ നിന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു വ്യൂ വേണം. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരും നോക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പോകാതെ എവിടെയെങ്കിലും എറർ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അതിലാണ് ഞാൻ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫണ്ണി മൊമെന്റിനെ പറ്റി പറഞ്ഞില്ല, ഒരു മറക്കാനത് തമാശയാണ്. പിന്നെ പോയിരുന്ന് ചിരിച്ച് മണ്ടടച്ച് ഉണ്ണി മധുരം കൊടുത്തൊക്കെ ഉണ്ടല്ലോ നമ്മളെ മറ്റേ മോഹൻലാല് അടി പിടിച്ചതെടുത്ത് ഉണ്ണി മധുരമാക്കി കൊടുത്തണക്കുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു ഫണ്ണി മൊമെന്റ്. അപ്പൊ നമ്മൾ ആ ഫണ്ണി മൊമെന്റ് പറയുന്നതിന് മുമ്പ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് രാഹുൽ നായർ and this is Rituals and Roses. We are talking about celebrations and beyond. Catch you after a break. Welcome back to Rituals and Roses. You are in conversation with Rahul Nair from Venue Events. അപ്പൊ രാഹുൽജി, ഒരു ഫണ്ണി മൊമെന്റ്, കാരണം പല സിറ്റുവേഷൻ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡെസേർട്ട് വേണം. അപ്പം ഡെസേർട്ട് നമുക്ക് കളി ആക്ച്വലി ഡെസേർട്ട് ഇല്ല, പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഫോറിനർ ഗസ്റ്റിന് പെട്ടെന്ന് ഒരു ഡെസേർട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാം, അപ്പം ഞാൻ ഷെഫിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഓടിപ്പോയി ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചുണ്ടാകും. അപ്പം ഞാൻ ബ്രെഡ് കട്ട് ചെയ്യുന്നു, ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുന്നു, കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുന്നു, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് ഒന്ന് ഒരു ഡെസേർട്ട് പോലെ ആക്കുന്നു. ഒരു ബൗളിനകത്ത് ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആൽമണ്ടും എല്ലാം ഇട്ട്, കുറച്ച് ഷ്രെഡഡ് ആൽമണ്ടും വേണമെങ്കിൽ റോസ് പെറ്റലും ഒക്കെ ഇട്ടിട്ട് ഡെസേർട്ടായിട്ട് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് പനിനീരും നല്ല റോസ് വാട്ടർ. അതിന്റെ ഫീല് മാറി, മനസ്സിലായില്ലേ, ഒരു പുഡിങ് ആയത്. അപ്പൊ അത് പിന്നിരുന്നാലേക്കും അത് ഭയങ്കര ഫണിയാ. പക്ഷെ ആ സിറ്റുവേഷൻ അയാൾക്ക് ഡെസേർട്ട് കിട്ടിയേ പറ്റൂ. നമുക്കൊരു സിമ്പിൾ ഡെസേർട്ടാണ് അല്ലേ, ശകലം പാല്, ശകലം ബ്രെഡ്, ശകലം ബട്ടർ, ഇതെല്ലാം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് കുറുക്കി അല്ലേ, ഒന്ന് കുറുക്കി 2 തുള്ളി അതിൻ്റെ റോസ് വാട്ടറും ഇട്ട് കുറച്ച് ഷ്രെഡഡ് ബദാമും ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഡെസേർട്ടായി. തണുത്ത പാലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊല്ലത്തൊരു കല്യാണം. അപ്പം ഈ കല്യാണ സമയത്ത് നമ്മൾ ഈ കല്യാണത്തിന് ഈ താലി കൊണ്ടുവരുന്നത് എപ്പോഴും പയ്യന്റെ സൈഡിൽ നിന്നാണ്. താലി ചെറുടും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബ്രൈഡിന്റെ സൈഡിൽ നിന്നായിരിക്കും എപ്പോഴും നമ്മൾ കല്യാണം ബുക്ക് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇത് ഇപ്പോഴല്ല, എനിക്കൊന്നൊരു 3 വർഷത്തിന് മുമ്പ് നടന്ന സംഭവം. അപ്പം താലിയുടെ ചെറുടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പയ്യൻ കൊണ്ടുവരും. ഇതാണ് നമ്മളുടെ ഒരു ഡീല്. സമയമായപ്പം അവർ കല്യാണത്തിന് എല്ലാവരും കയറി, ഇവർ താലി ബോക്സും ബാഗിനകത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേജിനകത്ത് കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ബോക്സിനകത്തും താലി എടുക്കണം എന്ന് ഓർത്തത്. ഇവർ ബോക്സ് തുറന്ന് താലി മാത്രമേ ഉള്ളൂ, ചരടില്ല. അതായത് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താലികെട്ടിലേക്ക് മുഹൂർത്തത്തിലേക്ക് പോവുക. എടുത്തു കഴിഞ്ഞപ്പോഴാണ് ചരടില്ല എന്ന് മനസ്സിലായത്. ചരട് ഇവർ മേടിക്കാൻ മറന്നുപോയി. ഇവിടെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, തലയുടെ കൂടെ ചരട് വരുന്നതാണ്. നിന്നിപ്പോൾ നമ്മൾ ചരട് ഇവിടെ നിപ്പിക്കാനാ, കാരണം ഒരു മഞ്ഞ ചരടാണ് സാധാരണ വേണ്ടത്, കറുത്തചരട് അങ്ങനെ കിട്ടാറുമില്ല. അപ്പം നിന്നിപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പം സ്റ്റേജിൽ നമ്മുടെ 2 കോർഡിനേറ്റർ ഇപ്പുണ്ട്. അപ്പോൾ അവരില്ല ഇതിനകത്ത് കൂടെ പറഞ്ഞു പണി പാളിയിട്ടുണ്ടെന്ന് തോന്നുന്നേ, സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനല്ല. അപ്പം നമ്മുടെ അവിടെ ഈ പറഞ്ഞ ലൈറ്റിന്റെ കൂടെ വന്ന ഒരു പയ്യന്റെ കയ്യിൽ ഇങ്ങനെ ചരട് ഇല്ല, അമ്പലത്തിൽ നിന്ന് പൂവിച്ച ചരടുണ്ട്. അതൊരു മഞ്ഞയല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ചരടാണ്. ഊരിക്കൊണ്ട് നേരെ പോയി സാധനം കയറ്റപ്പം ആൾക്കാർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ കണ്ടപ്പോൾ ഓക്കെ അടുത്ത് താലി കെട്ട് കഴിഞ്ഞു. പക്ഷെ ആ ഒരു മിനിറ്റിൽ നമ്മൾ അടിച്ചൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ഈ പറഞ്ഞ 2-3 ചരട് വെച്ച് കയ്യിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ചരടൊക്കെ ഞങ്ങൾ കൊണ്ടുവരും, കുഴപ്പമില്ല, ഇരിക്കട്ടെ, ആവശ്യം വന്നാലും എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ഒരു എൻഗേജ്മെന്റ് അതാ പിന്നെ അതും കൊല്ലത്ത് തന്നെയായിരുന്നു, കടക്കൽ സൈഡ്. പപ്പടത്തിന് അടി ഉണ്ടാക്കുന്ന അപ്പോ അതായത് എൻഗേജ്മെന്റിന് പോയി. അപ്പം ആ എൻഗേജ്മെന്റിന് നമ്മൾ ഈ എൻഗേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാർത്ത് കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നെ ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന നമ്മുടെ ഇലക്കകത്ത് വെച്ച് അല്ല മഞ്ഞളൊക്കെ തേച്ച് വെച്ച് കൈമാറുന്ന സ്ഥലം വേണ്ട. അപ്പൊ നമ്മുടെ കൂട്ടത്തിലൊരു പ്രൊഡക്ഷൻ പയ്യനോട് പറഞ്ഞു നീ ഇത് പ്രിന്റ് എടുത്തോണ്ട് വരണം. അപ്പൊ ഇത് മറ്റേ തിരുമേനിയുടെ ഇത് മേടിച്ചത്. അപ്പൊ അവർ ഓൾറെഡി PDF അയച്ചു തന്നത്, പ്രിന്റ് എടുത്തിട്ട് 2 ഇതിനകത്തും വെക്കണം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തെല്ലാം പോയി. സമയമായപ്പം ഈ ചാർത്ത് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ ഈ താലത്തിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമല്ലോ, കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ നൈസായിട്ട് ഈ നമ്മൾ ഈ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ എഴുതിയിരിക്കുന്ന പേപ്പറുണ്ട്. അപ്പൊ ആ പേപ്പർ നൈസായിട്ട് ഇങ്ങോട്ട് മേടിച്ചോണ്ടൊന്ന് വെച്ചതിനകത്ത് പൂവ് ഇട്ട് മണ്ടയ്ക്ക് മഞ്ഞ കൊടുത്ത് കൊടുക്കും. ഇത് ഇവരറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര മോശമാണ്. അപ്പം നമ്മളാ പെട്ടെന്ന്
ഇതെടുത്ത് വെച്ച് അവർ കയ്യിൽ കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം തന്നെ ഇവർ പോലും അറിയാത്ത സാധനം അങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതൊരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പം അല്ല പൈസ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഇതുപോലൊക്കെ ഒരു കാര്യം കാണിച്ചായിരുന്നു. പറഞ്ഞു ഞാനും വിചാരിച്ചു ഇതിന് ഇത്ര നീളം വരത്തില്ലല്ലോ, ഇലയുടെ വെളിയിലോട്ട് പേപ്പർ നിൽക്കത്തില്ലല്ലോ അത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഇവരോടൊക്കെ നല്ലൊരു റിലേഷൻ ഉണ്ടായതുകൊണ്ട് ഇവരൊക്കെ അതിനെ ഒരു തമാശ രൂപേണ എടുത്തു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ സ്പോട്ടിൽ പെട്ടെന്നാവും ടെൻഷൻ ആവാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇതൊക്കെയാണ് പെട്ടെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് ഒരു ചെറിയ കാര്യമല്ല രാഹുൽ. അത് മാത്രമല്ല രാഹുൽ, ഇതിനകത്ത് ഒരുപാട് ഇമോഷനാണ് അല്ലെ. ഇപ്പൊ ഇതിനകത്ത് പല പെൺകുട്ടികളും ചടങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ അച്ഛൻ കാണില്ല, ഒരുപക്ഷെ അമ്മ കാണില്ല. ആ സ്ഥാനത്ത്, ആ കൂടപ്പിറപ്പിന്റെ ഇല്ലെങ്കിൽ ആ ഒരു സാഹോദര്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാഹുൽ ആ കല്യാണം നടത്തി ഇറങ്ങുമ്പോൾ ആ അമ്മ ചേർത്ത് പിടിച്ചൊരു കൂടപ്പിറപ്പിനെ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഒരു പൈസ എന്നുള്ളതിനേക്കാളും ഉപരി നമുക്ക് കിട്ടുന്നൊരു കിക്ക് അതാണ്. കാരണം നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ പോകാൻ നേരം വിളിച്ച് ഭയങ്കര ഞങ്ങളൊന്നും അറിയേണ്ടി വന്നില്ല എന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ ഇപ്പോൾ കൂടുതലും വൈഫും ഉണ്ട്. എൻ്റെ വൈഫും എൻ്റെ ഒരു പാർട്ട്ണറാണ് അഞ്ജലി. അപ്പം അഞ്ജലി കൂടുതലും ഈ പറയുന്ന എല്ലാ ബ്രൈഡ്സിൻ്റെ അമ്മമാരോട് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അവരെല്ലാം കഴിയുമ്പോൾ തിരിച്ചെന്നും ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു കണ്ണൊക്കെ നിറഞ്ഞ് ഒരു കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് എപ്പോഴും ആൾ വരുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഇവിടെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആ സമയത്ത് ഈ അച്ഛൻ ഉറ്റുനോക്കുന്ന ഇല്ലെങ്കിൽ ആ അമ്മ ഉറ്റുനോക്കുന്നത് എത്ര ബന്ധുക്കളുണ്ടെങ്കിലും ആ ചരട് പിടിക്കുന്ന ആ രാഹുലിനെയും ഈ അഞ്ജലിയാണ്. അതെ തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ കാരണം ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സുകാരനും കൂടെ ആയിട്ടങ്ങ് നിൽക്കുക. നേരെ മറിച്ച് അവിടെ ഒരാൾ മിസ്സായി കഴിയുമ്പോൾ പിന്നെ ആ ധാർമ്മിക ഉത്തരവാദിത്വം ആ ചരട് പിടിച്ചിരിക്കുന്ന അർജുൻ്റെയിലല്ല, കൃഷ്ണന്റെയിലാണ്. അവിടെ നിന്നുകൊണ്ട് അഞ്ജലിയും ആ രാഹുലും അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഹഗ്ഗും വാങ്ങിച്ചിറങ്ങുമ്പോൾ നിങ്ങളെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു കിക്ക്. അതെ തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇവന്റും അങ്ങനെ തന്നെയാണെന്ന് വേണേൽ പറയാം. പിന്നെ കൂടുതലും ഇടയ്ക്ക് നമുക്കൊരു ഇവന്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡിന്റെ അച്ഛൻ ഇല്ല, ബ്രൈഡ് തന്നെയാണ് നടത്തുന്നത്, കല്യാണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം ബ്രൈഡിന്റെ ബ്രദറിനും ഒരു വയ്യാതിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മയ്ക്ക് ബ്രൈഡ് തന്നെയാണ് ഫുള്ള് കാര്യം നമ്മളോട് പറഞ്ഞു നിങ്ങളെ എല്ലാം ഏൽപ്പിക്കുകയാണ്, എൻ്റെ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെ സ്ഥാനത്ത് ഇത് മൊത്തം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നമുക്ക് മോളെ ഇത്ര രൂപയാണെന്ന് പോലും പറയാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ ശരിക്കില്ല, കുഴപ്പമില്ല, ഇത് നമ്മുടെ ഇല്ല, നമ്മളങ്ങ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്തൊക്കെ അവർക്ക് നന്നാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത കുറേ എലമെൻസും കൂടി ഇട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തുള്ള സന്തോഷം മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ സ്വന്തം ചേട്ടനും ചേച്ചിയാണ് എന്ന് പറയുന്ന രീതിയിൽ സന്തോഷം. ഞാൻ പേരെടുത്ത് ആരുടെയും പറയുന്നില്ല, അങ്ങനെ ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടീ കുടിക്കാം. ഇതാണ് ഹിബിസ്കസ് ടീ. കൊള്ളാം. എന്നിത് ഷെഫ് നടൻ സ്പെഷ്യലാണോ? ഷെഫ് നടനെ സ്പെഷ്യലാണ്. അല്ല ഇതുപോലൊക്കെ ഒരു നീല കളറിലൊരു ശംഖുപുഷ്പോ അങ്ങനെ ഒരു സാധനം ഞാൻ കുടിച്ചിട്ടടിയാ നേരത്തെ. ഇത് ഹിബിസ്കസ്. നിങ്ങളെ ഇവന്റിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള നളൻസ് ജോണർ എന്നൊക്കെ പറഞ്ഞോണ്ട് അടിപൊളി. സാധാരണ ഈ ഭാര്യയും ഭർത്താവും ഒരേപോലെ ചിന്തിക്കുന്നത് വളരെ അപൂർവമാണ്. കാരണം വീട്ടിൽ തന്നെ ഒരു ക്രിട്ടിക് ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. ഇതെങ്ങനെ പെണ്ണും പിള്ളയും ഭർത്താവും ഒരേ ട്രാക്കിൽ വന്ന് പെട്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അഞ്ജലിയും അഞ്ജലിയുടെ ബ്രദറും നേരത്തെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. നമ്മളാണ് ഒരു 8 വർഷം മുമ്പ്, അതായത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പം അവർ രണ്ടുപേരോടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്തുള്ളൊരു കണക്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് അതിനൊരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതൊരു അറേഞ്ച് മാരേജ് തന്നെയാണ്. അപ്പം ബ്രദറുമായിട്ട് നല്ലൊരു ക്ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കല്യാണം, കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. കൊറോണ സമയത്ത് അപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം നോക്കുന്ന സമയത്ത് നമ്മുടെ മാട്രിമോണി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയും 1450 റിക്വസ്റ്റ് ഞാൻ അയച്ചു. ഇല്ല മറ്റേ പെയ്ഡ് സാധനമൊക്കെ എടുത്തിട്ട്. എന്നിട്ട് എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് പകുതി പേരും അങ്ങ് വലിയും പറഞ്ഞു പോകും. അപ്പൊ ആ സമയത്ത് കൊറോണ വെച്ചിട്ടോ, കൊറോണ ഇല്ലയോ, കല്യാണമൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്ന സമയമില്ലയോ, നമ്മുടെ മൊത്തം നോക്കിയത് പറയുന്നേ, എങ്കിൽ പിന്നെ മോളെ തരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അങ്ങനെ കുറെ നടന്നു. അപ്പോഴും എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ തന്നെ വേണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അഞ്ജലി ലൈഫിലേക്ക് വന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചായപ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റി. ഇപ്പം ശരിക്കും ഞങ്ങൾ റീസെൻ്റ് ആയിട്ടൊരു പുതിയൊരു പ്രൊജക്റ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തു.
AR വെഡിങ് റെന്റൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസ് എന്നും പറഞ്ഞുകൊണ്ടൊരു കമ്പനി നമ്മൾ പത്തനംതിട്ട ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് വെന്യൂ ആൻഡ് പ്ലാനേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേറെ, ഇത് വേറൊരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫേസ് ചെയ്ത പല പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതായത് ആസ് ആൻ ഇവന്റ് പ്ലാനർ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ഡെക്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയെ വിളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറേ നല്ല സാധനങ്ങൾ എടുക്കുമ്പോഴായാലും പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവന്റ് കമ്പനീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെക്കോർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അല്ലെ അവർക്ക് വേണ്ട പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കാനും, അല്ലെ അവർക്ക് വേണ്ട പ്രീമിയം പ്രോപ്പർട്ടീസ് റെന്റൽ എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതാണ് ഒരു AR വെഡിങ് റെന്റൽ. അത് ഏകദേശം ഒരു 10-20,000 സ്ക്വയർ ഫീറ്റിലായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ആണ്. പത്തനംതിട്ടയാണ് സ്ഥലം. അവിടെ തന്നെ നമുക്കൊരു ഷൂട്ടിംഗ് ഫ്ലോറും ഉണ്ട്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു ഷൂട്ടിംഗ് ഫ്ലോറിൽ ഒരു മോഡൽ ഷൂട്ടോ കാര്യങ്ങളോ വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രോപ്സ് നമുക്ക് പിക്ക് ചെയ്ത് നമുക്ക് അവിടെ തന്നെ വെച്ച് നമുക്ക് സെറ്റ് ഉണ്ടാക്കി ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പത്തനംതിട്ട. അല്ല, ഞാൻ സാധാരണ ആരെന്ത് തുടങ്ങിയാലും നേരെ കൊച്ചിക്കാ പിടിക്കുന്നത്. അതെ. വൈ പത്തനംതിട്ട? ശരിക്കും പത്തനംതിട്ട അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പ്രൊജക്ട് തുടങ്ങണം എന്ന് തോന്നി. പിന്നെ കൂടുതൽ ഞാൻ റെന്റൽ ചെയ്യുന്നത് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്സിന് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ് ഞാൻ കൂടുതലും. അത് എവിടെ ഇട്ടാലും എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട എന്ന് പറയുന്നതിനെ ചുറ്റും ഒന്ന് ഞാൻ നോക്കിയപ്പം ഒരു സൈഡിൽ വർക്കലയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ആലപ്പുഴയുണ്ട്, കുമരകം ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഈ പറയുന്ന പോലെ തേക്കടി, ഇടുക്കി, മൂന്നാർ എന്നുള്ള രീതിയിലുണ്ട്. അങ്ങനെ ഒരു നമുക്കൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുന്ന ഒരു ഏരിയ. അപ്പം എല്ലാം പത്തനംതിട്ട ഒരേ ദൂരം തന്നെ. എനിക്ക് പത്തനംതിട്ട തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു എഞ്ചിനീയർ വെഡിങ് പ്ലാനർ ആയതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, കാരണം കണക്കൂട്ടലുകളാണ്. അതെ. ഇപ്പൊ ഈ 2026 ട്രെൻഡിങ് എന്താണ്? 2026 ട്രെൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും ഡെസ്റ്റിനേഷൻ വെഡിങ്സിലേക്ക് മാറുകയാണ്, ഇന്റിമേറ്റ് വെഡിങ്സിലേക്ക് മാറുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണുന്നൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളുടെ ഒരു നാട്ടിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഈ 2000 പേരുടെ കല്യാണം അല്ലെങ്കിൽ 3000 പേരുടെ കല്യാണം അല്ലെങ്കിൽ 1500 പേരുടെ കല്യാണം, ആൾക്കാരെ വിളിച്ചു കൂട്ടിയ ഒരു കല്യാണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ എണ്ണം കുറച്ച് കല്യാണങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് അതിനകത്തെങ്കിൽ ഭയങ്കര ഒരു യൂസ്ഡ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബഹളമില്ല, അധികം കുറ്റം പറച്ചിൽ കേൾക്കാനില്ല, നമ്മുടെ അടുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടുന്നൊരു moment. മറ്റേത് ഈ 1000 പേരുടെ പ്രോഗ്രാമിന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആര് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നു, ആര് വന്ന് കഴിച്ചിട്ട് പോകുന്നു, ആരൊക്കെയാണ് വരുന്നതെന്ന് വിളിച്ചാൽ ബ്രൈഡിനും ഗ്രൂമിനും അറിയത്തില്ല, ഫാമിലീസിന് അറിയായിരിക്കും, പക്ഷെ ബ്രൈഡിനും ഗ്രൂമിനും പലപ്പോഴും ഇത് അറിയാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ UK-ലും US-ലും ഒക്കെ പോയി അവിടെ നിന്ന് തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത നാട്ടിൽ അവർക്ക് ഒരു ഇന്റിമേറ്റ് വെഡിങ്സ് മതി എന്നുള്ള രീതിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മാക്സിമം ഒരു 50 പേര് അല്ലെങ്കിൽ ഒരു 100 പേര് നല്ലൊരു ഡെസ്റ്റിനേഷൻ എടുക്കും, അവിടെ ഒരു വെഡിങ്സ് നടത്തും. അപ്പോൾ അത് ഇപ്പം ശരിക്കും നാട്ടിൽ വന്ന വലിയൊരു മാറ്റമാണ്. ഇപ്പൊ ഈ NRIകൾ ഒരുപാട് NRIs ഉണ്ട്, ഇവരെല്ലാം ആൾക്കാർ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ റേറ്റിംഗ് ഒക്കെ നോക്കുന്നുണ്ട്, ലിറ്റിൽ ബിറ്റ് മോർ പേഴ്സണൽ. അപ്പോൾ കാരണം ഇപ്പം രാഹുലിനെ ഇപ്പം ഞാൻ വിളിക്കുന്നു, രാഹുലെ നമസ്കാരം, ഞാൻ ഇന്നയാളുടെ അച്ഛനാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം, ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം രാഹുലിന് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നു, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മളെ ഇന്ന് കൊട്ടേഷൻ എടുത്തിട്ട് നാട് മൊത്തം നടന്ന് കൊട്ടേഷൻ പിടിക്കുന്ന ടീമുകളുണ്ട്. അതല്ലാണ്ട് നമ്മളോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ വിശ്വസിച്ച് തരുന്ന അമ്മമാരും NRIs ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സമയത്ത് നമ്മൾ മെനക്കെട്ടിരുന്ന് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ കൊട്ടേഷനായിട്ട് കൊടുക്കും. ഇതിങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വേറെ കൊടുത്ത് കളയും. അതൊക്കെ മോശമല്ലേ? ആക്ച്വലി ഇത് എല്ലാ ഇവന്റ് കമ്പനീസും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. കാര്യം ക്ലയൻസ് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഇവിടെ നോക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിധി വരെ നോക്കുന്നത്, എല്ലാവരും അല്ല, ഒരു പരിധി വരെ. ചില ആൾക്കാർ ഈ പറഞ്ഞ നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയുന്ന വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60% ആൾക്കാർ ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമുക്ക് കുറച്ചുകൂടി നല്ല സജഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് അവർക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പൈസയെ എങ്ങനെ വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങൾ പറയുന്നത്. കാരണം മുമ്പേ ഈ പറഞ്ഞ പോലെ അറിയാത്ത ഒരെണ്ണത്തിനകത്ത് പോയി ചിലപ്പം ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് തന്നെ കൂടുതലും NRIs ആകുമ്പോഴത്തേക്ക് നാട്ടിലുള്ള ആരെങ്കിലും പറയും ഇന്ന ആളെ ഏൽപ്പിച്ചാൽ മതി, അവരടിപൊളിയാണ്, അതല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാമിന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ടിരുന്നു, അദ്ദേഹം അടിപൊളി എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും കല്യാണങ്ങൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ. അതൊരിക്കലും ഒരാൾക്ക് വേറെ കാണിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു പരിധി വരെ ക്ലയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ കാണുമ്പോഴത്തേക്ക് അവർ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യും. രാഹുൽ മനസ്സിലാക്കേണ്ടത് പലതും ഓവർ റേറ്റഡ് ആണ്, പലതും വേണ്ട. അപ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പറയും, ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, നിങ്ങൾ ഒരു ക്രാബ് റോസ്റ്റും 4 ഇടിയപ്പം എടുക്ക്, പിന്നെ വേണമെങ്കിൽ മതി, അങ്ങനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാൻ കൂടുതലും ഈ പറയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പം
അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും വേണമെന്ന് തന്നെ പറയുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ ക്ലയൻറ്റ് തന്നെ പറയും നമുക്കത് വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, റേറ്റ് കുറയ്ക്കാം. പക്ഷേ അത് ശരിക്കും അവിടെ ആ പ്രോഗ്രാമിന് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വേണം അവിടെ. എക്സാമ്പിളിന് ഇത്രയും 2000 പേര് വരുന്നുണ്ട്, സെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ ക്ലയൻറ്റ് പറയും സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യം വേണ്ട, അവരവിടെ ഇത്രയും സ്ഥലം കിടക്കുകയില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു 1 ഏക്കർ സ്ഥലത്ത് ഒരു 500 വണ്ടി കിടക്കുമെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു 500 വണ്ടി ഇവിടെ കിടക്കും. സെക്യൂരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 100 വണ്ടികൾ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്കവിടെ അതിന് വേണ്ട മാൻ പവർ ആണെങ്കിലും പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം അവിടെ അവരെന്ത് വിചാരിക്കും, ചിലപ്പോൾ ചില ക്ലയൻസ് വിചാരിക്കുന്നു ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ളൊരു കമ്മീഷൻ കൂടും. അങ്ങനെയൊന്നുമല്ല. ചിലത് ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ മുമ്പേ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇവൻറ്റിനും നമ്മുടേതായിട്ടുള്ള വെൻഡേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെൻഡേഴ്സ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ ഒന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ നടക്കും. വേറൊരു പുതിയ വെൻഡർ വരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളിന് ഒരു കല്യാണം നടക്കുന്നു, അപ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം നടക്കുന്ന ഒരു സൗണ്ട് ടീമിനെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർ നേരത്തെ അവർ വരുന്നു, സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ കേബിളിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അവർ പ്രോപ്പർ ചാനൽസ് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ കേബിൾ ട്രേസ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു വൃത്തിയാണ്. ആൾക്കാർ വരുമ്പോഴായാലും ഈ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഒരു അവസ്ഥയില്ല. പക്ഷെ ചിലപ്പം ക്ലയൻറ്റ് ഡയറക്റ്റ് വിളിക്കുന്ന ഒരു സമയമുണ്ട്. അവരെന്ത് ചെയ്യും, അവർ പെട്ടെന്നായിരിക്കും അത് ചിലപ്പോൾ ചെക്ക് ചെയ്ത് കാണത്തില്ല, അവിടെ വന്നിട്ടായിരിക്കും വയർ കുത്താൻ പോകുന്നത്, ജനറേറ്റർ അവിടെ വന്ന് മൊത്തത്തിലൊരു ഹർബർ നമ്മളെ കൂടെ അങ്ങ് ടെൻഷൻ ആയിക്കളയും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വൃത്തി ചിലപ്പം കൊടുക്കണമെന്നില്ല. പക്ഷെ പ്രശ്നം വരുമ്പം ഏത് ഇവന്റുകാരനാണ് അത് ചെയ്തത്. ചില മ്യൂസിക്കൽ ഫ്യൂഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേ നല്ല കാം ആൻഡ് ഇതായിട്ടുള്ള നല്ല കൂൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ചെയ്യാറ്. ചിലർ ഭയങ്കര ബഹളമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ പറയും അവരോട് നിർത്താൻ പറ, അവരോട് സൗണ്ട് കുറയ്ക്കാൻ പറ. അപ്പം നമ്മുടെ കയ്യിലല്ല ഇതിൻ്റെ സാധനം ഇരിക്കുന്നത്. ഓൾറെഡി അവിടെ സൗണ്ട് സിസ്റ്റം അത് വേറൊരു ടീമാണ്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ കേൾക്കാത്ത അവസ്ഥയാണ്. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് നിങ്ങളല്ലായിരുന്നു ഇവന്റുകാർ, നിങ്ങളുടെ അത് ഭയങ്കര മോശമായിരുന്നു എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ അന്നത്തെ ദിവസത്തെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം വെൻഡേഴ്സ് എല്ലാം ഡയറക്റ്റ് ക്ലയൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളത് സമ്മതിക്കാറില്ല. ഇത് കോസ്റ്റിന്റെ കാര്യമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമുക്ക് തലവേദനയാണ്. മാത്രമല്ല രാഹുൽ, ഇപ്പം ഈ പവിത്രമായ ഒരു കാര്യമാണല്ലോ കല്യാണം. അതെ അതെ. പവിത്രതയെ പറ്റി ഞാൻ ബ്രാൻഡ് പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ഇന്നും ഈ കല്യാണങ്ങളിൽ ആ താലി കെട്ടുന്ന സമയത്ത് ഇന്നും ആ പവിത്രത നിലനിർത്താൻ ഇന്നും ആ നാദസ്വരം തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേണം. അതൊരു മംഗളവാദ്യം. അല്ലാണ്ട് മ്യൂസിക്കിനകത്ത് മറ്റേ ചില ആൾക്കാർ പറയാറുണ്ട് അവിടെ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എന്നാലും നമുക്കത് ലൈവായിട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു ട്രഡീഷണൽ പവിത്രത നില. ബാക്കി ഡാൻസ്, ഡിസ്കോ, കെട്ടിപ്പിടി, ഓട്ടം, ചാട്ടം ഇതെല്ലാം നമുക്ക് അല്ലേ. അവിടെ ഇപ്പൊ ഒരു കുറച്ച് എമൗണ്ട് കുറയുന്നതല്ല, അതുണ്ടെങ്കിലേ അതിനൊരു ഫില്ല് ആവത്തുള്ളൂ. എപ്പോഴും ഒരു കുറവ് സാധനം വേണം. ഇനി കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാനിരിക്കുന്ന പാരന്റ്സിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? ശരിക്കും ഒരു കല്യാണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാട്ടിലൊരു വെഡ്ഡിംഗ് പ്ലാനറെ കൺസൾട്ട് ചെയ്തിട്ട് അതുവഴി വേണം ബാക്കിയുള്ളതിലേക്ക് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. ബെനിഫിറ്റ്സ് അവിടെ ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യസ്ഥൻ പോലെ അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് പ്ലാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ആവശ്യമില്ലാതെ പൈസ കളയാതിരിക്കാം എന്നവർ നല്ല വെഡ്ഡിംഗ് പ്ലാനേഴ്സ് തരും. തുടക്കം മുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ കേറ്ററിംഗുകാർ, ഫോട്ടോഗ്രാഫേഴ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഡെക്കറേഷൻകാർ, ട്രാവൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ആയിട്ടുള്ള വണ്ടികളുടെ ആൾക്കാർ, പിന്നെ ഈവൻ നമ്മളൊരു പപ്പടം ഉണ്ടാക്കുന്നത് വരെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ബന്ധമുണ്ട്. ഈ പലപ്പോഴും ഈ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു വലിയ കല്യാണം നടത്തുമ്പോൾ ഈ പൈസ വല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ, എന്തിനാണ് ഇത്രയും പൈസ നടത്തുന്നത്? പക്ഷെ ആ ഒരു ക്യാഷ് ഫ്ലോ എവിടൊക്കെയാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇത്രയും പേര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഒരു വെഡിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ശരി, അതൊരു വലിയ പോയിന്റ്. കാരണം പപ്പടം ഉണ്ടാക്കുന്നവന്റെ വീട്ടിൽ കാശ് എത്തിയിട്ടുണ്ട്. അതെ, ബോളി ഉണ്ടാക്കുന്നവന്റെ വീട്ടിൽ കാശ് എത്തിയിട്ടുണ്ട്. അരി ഉണ്ടാക്കിയവന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പുര കെട്ടിയ അതായത് ഈ സെറ്റ് ഇട്ടവന്റെ വീട്ടിൽ കാശെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു വളരെ വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ എത്രയോ കുടുംബങ്ങളാണ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ശരിക്കും ഇത്രയും പേർക്ക് പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വെഡ്ഡിംഗ് പ്ലാനർ എടുക്കുന്ന സ്ട്രഗിളും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഒരു സർവീസ് ചാർജ് ഉണ്ടാവും. പക്ഷെ ചിലര് ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ അവന്റെ പോക്കറ്റിൽ, അങ്ങനെയൊന്നും അല്ല. അതിനകത്തൊരു ചെറിയ പെർസെന്റേജ് ആയിരിക്കും ഈ പറയുന്ന ഇവന്റ് പ്ലാനറിലോട്ട് വരുന്നത്. കറക്റ്റ്. കാരണം എന്റെ ഒരു ചിന്താഗതിയിൽ ഈ ദാനം കൊടുത്ത് അവന്റെ അഭിമാനം നശിപ്പിക്കുന്നേക്കാൾ നല്ലത് അവനൊരു ജീവിതം കൊടുത്ത് അവന്റെ അഭിമാനം രക്ഷിക്കുന്നതല്ലേ. ഇവിടെ ഇപ്പൊ ഒരാൾ വന്നിട്ട് അമ്മ വല്ലോം തായെന്ന് പറയുന്നതാണ് അവന് ഏറ്റവും എളുപ്പമുള്ള പണി. എന്നിട്ട് അവൻ പാവം എന്ന് നമ്മൾ അവനെ വിളിക്കുന്നു. അവനൊരു സ്ഥലത്ത് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കാം,
15,000 രൂപ ശമ്പളം കിട്ടും. അവനൊരു സ്ഥലത്ത് ചെന്നിട്ട് ചെടിക്ക് വെള്ളമൊഴിക്കാം 9,000 തൊട്ട് 12,000 രൂപ ശമ്പളം കിട്ടും. അതെ അതെ. ഇതൊന്നും ചെയ്യാതെ പ്രച്ഛന്ന വേഷവും കെട്ടി പാവം എന്ന് അഭിനയിച്ച് നടന്ന് ഈ ദാനം ചോദിക്കുന്നതിനേക്കാൾ നല്ലത്. ഇപ്പം എനിക്കറിയാവുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഒരു 18 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ വന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് ഒരു വ്യക്തിത്വത്തിന്റെ അടുത്ത് പറയാം. അയാൾ നോക്കിയപ്പം അപ്പുറത്തൊരു മാഗസീൻ സ്റ്റോർ, അവിടെ നിന്നൊരു 12 മാഗസീൻ വാങ്ങിച്ച് അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റ് നീ തിന്നോളാൻ പറഞ്ഞു. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ അതാണ്. 1 മണിക്കൂറിനകത്ത് അവൻ വന്നിട്ട് അയാൾക്ക് 500 രൂപ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സർ താങ്ക് യു സോ മച്ച് എന്ന്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അത് വെച്ചിട്ട് ബാക്കി മാഗസീൻസ് വാങ്ങിച്ച് അവനൊരു ഒരു കരിയർ ബിൽഡ് ചെയ്ത് കൊടുത്ത ഒരാളുടെ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നതിലും നമ്മൾ ഈ ഭിക്ഷ കൊടുക്കുക, ഇപ്പം ഭിക്ഷാന്തേഹികൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പം താങ്കൾ പറഞ്ഞ കണക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? ആരാ പാവപ്പെട്ടവർ? പൊറോട്ട അടിക്കുന്നവൻ 1,500 രൂപ ശമ്പളമാണ്. പണിയെടുക്കുന്നവനെല്ലാം ഈ കേരളത്തിൽ കാശാണ്. ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ കാശും അവസരവും ഇല്ലെങ്കിൽ രാഹുൽ പറയാം, ഇത്രയും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരൂ? ഈ ഇട്ടാവട്ടം എന്ന് പറയുന്ന ഈ ചെറിയ കേരളത്തിൽ വരൂ? ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നാട്ടിൽ തന്നെ ഉണ്ട്. ഒരു പണിക്കാരനെ വിളിക്കുമ്പം രാഹുലിന് ഉൾപ്പെടെ ഉള്ള ഷോർട്ടേജ് എന്ന് പറയുന്നത് എംപ്ലോയി ഷോർട്ടേജ് ആയിരിക്കും. അപ്പോൾ രാഹുലിന്റെ പ്രസ്ഥാനം നല്ല രീതിയിൽ വരട്ടെ. നമ്മൾ റാപ്പിഡ് ഫയറിലേക്ക് പോവാണ്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് രാഹുൽ ആൻഡ് പുള്ളിക്കാരൻ്റെ വൈഫും ഈ ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആണ്, അഞ്ജലി അല്ലേ? നമുക്ക് അഞ്ജലിയെ പറ്റിയും കുറച്ചുകൂടെ കേൾക്കാം. യു ആർ ലിസ്ണിംഗ് ടു റിച്വൽസ് ആൻഡ് റോസസ് ആഫ്റ്റർ എ ബ്രേക്ക്. Welcome back. You are in conversation with Rahul and this is Rituals and Roses, Celebrations and Beyond. Rahul, കുറച്ച് പേഴ്സണൽ സൈഡ് പോവാം. Okay, what does success mean to Rahul? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം what is success? എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസമാധാനമാണ്, പീസ് ഓഫ് മൈൻഡ്. അതെ, കാര്യം നമ്മൾ ശരിക്കും ഇപ്പോൾ ഒത്തിരി പൈസ ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വലിയ ഇതായിട്ട് നിൽക്കുക എന്നുള്ളതൊന്നുമല്ല. നമുക്ക് ശരിക്കും നല്ലൊരു ഹെൽത്ത് വേണം, നമുക്ക് അത്യാവശ്യം മനസമാധാനമായിട്ട് കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഈ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് നമുക്ക് തന്നെ എടുക്കല്ല, നമുക്ക് കുറച്ച് ചാരിറ്റി ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, ആൾക്കാർ അറിയുന്ന നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറണം. അഞ്ജലി എന്താണ് ജീവിതത്തിൽ? അഞ്ജലി ശരിക്കും എന്താണ് ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ജലി വന്നണക്കെ പിന്നാണ് നമ്മളിപ്പം ഈ ചില കാര്യങ്ങൾ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലേ പിടിച്ചു നിർത്തുന്ന ഒരാളുണ്ടല്ലോ, അതാണ് ശരിക്കും അഞ്ജലി എന്ന് പറഞ്ഞാൽ. പല പ്രശ്നങ്ങളും വരും, ആൾക്ക് ചിലപ്പം ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും, പക്ഷെ ഞാനിവിടെ സൈഡിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യും. അതെ. വാട്ട് മോട്ടിവേറ്റ്സ് യു? അതായത് ഈ 100 കണക്കിന് ഇവന്റ്സ് ചെയ്തതിന് ശേഷം, ഇല്ല 1000 കണക്കിന് ഇവന്റ്സ് ചെയ്തതിന് ശേഷം വീണ്ടും, കാരണം ആദ്യം തുടങ്ങുന്നതേ പരാജയത്തിലാണ്, പിന്നെ ഏതൊരു കാര്യം ചെയ്താലും ഇതിനകത്തുനിന്നൊരു നല്ല വാക്ക് കാശാർക്കും ഉണ്ടാക്കാം, ഒരു നല്ല വാക്ക് ഇവിടുന്ന് കിട്ടുക. കാരണം ഇപ്പം വലിയ റെസ്റ്റോറൻറ്റുകൾ ഇട്ടിട്ട് നമ്മളിനി പുളിശ്ശേരി വിളമ്പിയാലും പായസം വിളമ്പിയാലും അത് കഴിച്ചതിന് ശേഷം ഒരു സിനിമയ്ക്കകത്ത് ഒത്തില്ല നമ്മളെ ഫഹദ് ഫാസിൽ പറഞ്ഞിട്ട് പോകുന്നതൊക്കെ ഇതാണ് ജനറലി കിട്ടുന്നത്. അപ്പൊ ഭയങ്കര ഒരു റിസ്ക് ഫാക്ടറും കൂടാണ്. അപ്പൊ എന്നിട്ടും വാട്ട് കീപ്സ് യു go ahead or move forward? മുമ്പേ ഈ പറഞ്ഞ പോലെ പല ഫാമിലീസിന്റെയും ഒരു സന്തോഷം, അവരുടെ അനുഗ്രഹം. അത് തന്നെ കാര്യം. നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ അവര് ഒത്തിരി നാളായിട്ട് കാത്തു നിന്നൊരു കല്യാണം ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്നൊരു സന്തോഷമുണ്ട്. അത് തന്നെയാണ് എപ്പോഴും ഒരു കിക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എൻ്റെ മോനെ പോലെയാണ് അല്ലെങ്കിൽ ചേട്ടനെ പോലെയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ബാക്കിയുള്ളതിനെക്കാട്ടിലും വലിയൊരു കിക്ക് തന്നെയാണ്. ഇതൊക്കെ ഇരുന്ന് റീകളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് വർക്കില്ലാതിരിക്കുന്ന സമയത്ത് ഉറപ്പാണ്. ഞങ്ങളിപ്പോൾ ഞാനും വൈഫും കൂടെ ആയാലും നമ്മൾ ചില സമയത്തൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ഈ പഴയ ആൾക്കാർ അല്ലെങ്കിൽ അന്നിങ്ങനെ നടന്നല്ലോ അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പറയാറുണ്ട്. അത് ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയുള്ള കാര്യം. എന്റെ ചോദ്യം, ഇവന്റ് പ്ലാനർ ആയില്ലായിരുന്നെങ്കിൽ? ഉറപ്പായിട്ടും ഒരു എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതി തന്നെ പോയി. ഞാൻ ഓൾറെഡി 2 വർഷത്തോളം ഈ വാട്ടർ ട്രീറ്റ്മെന്റ് അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് SVP എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫീൽഡിൽ എന്തായാലും ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള രീതി തന്നെ പോയാൽ, പക്ഷേ എന്തെങ്കിലും ബിസിനസ് എന്നുള്ളത് പണ്ടേ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയായിട്ടും ഇന്നതാവണം എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് കടക്കാം. ഡെസ്റ്റിനേഷൻ വെഡിങ് ഓർ ടെമ്പിൾ വെഡിങ്? ഡെസ്റ്റിനേഷൻ വെഡിങ്. ട്രഡീഷണൽ കേരള വെഡിങ് ഓർ മോഡേൺ ലക്ഷറി വെഡിങ്? ട്രഡീഷണൽ കേരള വെഡിങ്. സ്റ്റേജ് ഡെക്കോർ or venue styling? Venue styling. Morning muhurtam or evening reception? Morning muhurtam. Oh, that's gorgeous. Flowers or lights? Flowers. Celebrity wedding or intimate wedding? Intimate wedding. Intimate wedding. Planning or execution? Planning. Coffee or tea? Tea. One word of love? Anjali. ദൈവമേ, നടന്നുണ്ടല്ലോ അല്ലേ? So
So one word for love is Anjali. Nice. One word for marriage. ബോണ്ട്. One word for celebration. വെഡ്ഡിങ് എന്ന് തന്നെ ഞാൻ പറയും. One word that describes Rahul. എപ്പോഴും ചിരിച്ചുള്ളൊരു മുഖമായിട്ട് ആൾക്കാരെ ഒന്ന് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരിക എന്ന് പറയുന്നത് പലപ്പോഴും അഞ്ജലിയൊക്കെ ഞങ്ങളെന്ന് പറയുമ്പോൾ ദേഷ്യം, നിങ്ങൾക്ക് എന്താ ദേഷ്യം വരാറില്ലേ? അപ്പോൾ ദേഷ്യം വരും, പക്ഷെ നമ്മളിപ്പം അങ്ങോട്ട് ചിരിച്ചാലല്ലേ ഇങ്ങോട്ടൊരു ചിരി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഫേസ് ആകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ദാറ്റ്സ് വെരി നൈസ് ഓഫ് യു. കാരണം ഞാൻ രാഹുലിനെ പരിചയപ്പെടുമ്പം ഇവിടെ ഒരുപാട് വേറെയും ഇവന്റ് പ്ലാനേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് വരെ രാഹുൽ എൻ്റെ അടുത്ത് ഒരു ഇവന്റ് പ്ലാനറിനെ പറ്റിയും മോശമായി പറഞ്ഞിട്ടില്ല. ഇത് ബാക്കിയുള്ള പ്ലാനേഴ്സും കേൾക്കേണ്ട കാര്യമാണ്. ഇന്ന് വരെ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കണക്ക് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴീ പറയുന്നത് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എപ്പോഴും. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ഞാനും രാഹുലുമായിട്ട് നടത്തിയൊരു ഇവന്റും ആ ക്ലയന്റ് വളരെ ഹെൽപ്ഫുൾ ആയില്ല, മനസ്സിലായില്ല. അപ്പം അവിടെ തന്നെ രാഹുലിന് ഫിനാൻഷ്യൽ ലയബിലിറ്റി അയാൾ ഉണ്ടാക്കിയ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ രാഹുലിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും രാഹുൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത് എനിക്കൊരു ബിഗ് സല്യൂട്ട് തരേണ്ടതാണ്. അതുകൊണ്ടാണ് രാഹുൽ എന്ന് വിളിച്ചത്. കാരണം എങ്ങനെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എൻട്രി ചെയ്യുക, എങ്ങനെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെ പിച്ച് ചെയ്യുക എന്നുള്ളതിനെ താങ്കൾ എന്തുമാത്രം ബിയോണ്ട് കണ്ടു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം താങ്കൾക്ക് എന്നെ ഒരുപാട് അതിനകത്ത് ഞാനാണ് റെഫർ ചെയ്തത്, ഞാനാണ് റെക്കമെൻഡ് ചെയ്തത്. എന്നെ ഒരുപാട് കുറ്റപ്പെടുത്താം. ഒരു പ്രാവശ്യം പോലും എന്നെ കുറ്റപ്പെടുത്താതെ ചേട്ടാ ഒന്ന് വിളിച്ച് പറയണേ എന്ന് പറയുന്ന താങ്കളുടെ ആ ഒരു കോൾ, ഞാൻ എല്ലാ കോളും ആൻസർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വിളിച്ച് പറയാനും ശ്രമിച്ചു. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പം പലരും നമ്മുടെ അടുത്ത് വരുന്നത് ആനയുടെ കഥയും പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആട്ടുംകുട്ടിയെ വാങ്ങിക്കുന്ന കാശേ പോക്കറ്റിലുള്ളൂ. എന്നാൽ അവർ നമ്മുടെ അടുത്ത് പറയണം നമ്മൾ ആട്ടുംകുട്ടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. നമ്മൾ ആട്ടുംകുട്ടിയെ കൊടുക്കും. വരുന്നത് ബിൽഡപ്പും കാണിച്ച് ബെൻസ് കാറും ജാഗ്വാറും ഒക്കെ കാണിച്ചുകൊണ്ട്, പക്ഷെ കീശയിൽ ഒരു കാശുമില്ല എന്ന് പിന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ലേറ്റായി പോകും. ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മളുള്ള ഇവൻറ്റുകാരെയും ഉള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുമ്പം ഒരു കുണച്ച ന്യായവും പറയും. ഇതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. കൊല്ലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഭാഷ കുറച്ച് നന്നാക്കണമെന്നാണ്. ഇവരുടെ ഈ ന്യായത്തിന് വേറെ ഏത് ഭാഷയിൽ ഇപ്പൊ താങ്കൾക്ക് ചിരിച്ചുകൊണ്ട് പറയാം, എനിക്ക് പറ്റത്തില്ല. കാരണം ആദ്യമേ പറയണം ആട്ടുംകുട്ടിയേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് സംസാരിച്ച്, എന്റെ ചക്കര എൻ്റെ ആട്ടുംകുട്ടിയേ ഉള്ളൂ. നീ ആട്ടുംകുട്ടിയെ പറ്റി ചിന്തിക്കുക, ആട്ടുംകുട്ടിയെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. ഈ ആനയെ പറ്റി വന്ന് കണാകുണാ പറഞ്ഞിട്ട് ലാസ്റ്റ് പാവപ്പെട്ട ഇവന്റ് പ്ലാനേഴ്സിനെ പഞ്ഞിക്കിടുന്നതും കഞ്ഞി വർത്താനും പറയുന്ന വൃത്തികെട്ടവന്മാരും ഈ നാട്ടിലുണ്ട്. അതേ സമയത്ത് നമ്മളൊരു നല്ല പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കഴിയുമ്പോൾ ഈ പറയുന്ന പോലൊക്കെ ഒത്തിരി ക്ലയൻസ് നിങ്ങളുടെ ടീമിനെ ഫുള്ള് വിളിക്കണം, ആ ടീമിന് ഫുള്ള് ഞങ്ങൾ ട്രീറ്റ് തരുമെന്നും കൊണ്ട് നമ്മളെ പേഴ്സണലി വിളിച്ച് നമുക്ക് ഒരു ട്രീറ്റ് തന്ന് ഹാപ്പി ആയിട്ട് വിട്ടിട്ടുള്ള ക്ലയന്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം പ്രത്യേകിച്ചും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, തീർച്ചയായും പുറത്ത് NRIs എടുത്ത് ഞാൻ പറയും. അതിനിപ്പോ എന്നെ ബാക്കി അടിയിൽ വന്ന് കമന്റ് ഇട്ടാലും എന്റെ ക്രൂ ഇനി ഇത് മായ്ച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. പുറത്തുനിന്ന് വരുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. NRIs അവരേല് സർപ്ലസ് ഫണ്ടൊന്നും അല്ല, അവരേല് സർപ്ലസ് ലവ് ഉണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. അവർക്ക് നാടിനോട് ഒരു റെസ്പെക്റ്റും തരും. അതേപോലെ നമുക്കപ്പോൾ അതിനേക്കാൾ റെസ്പെക്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല, ഇല്ലേ നമ്മളില്ല പണിക്കൊക്കെ ആളെ വിട്ടേക്കുന്ന പോലെ നീ അത് ചെയ്തോ അല്ലെങ്കിൽ നിന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ക്ലയൻസ് ആദ്യത്തെ ഒരു കോളിൽ തന്നെ നമ്മൾ പറയും കുഴപ്പമില്ല സാർ, ഡേറ്റ് ഇല്ല. അത് മാത്രം ചിരിച്ചോട്ടെ പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അല്ല രാഹുൽ, അത് മാത്രമല്ല ഇപ്പൊ രാഹുൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഒരു ഇന്നോവയും കൂടി ഇട്ടാൽ നന്നായിരിക്കും, നമുക്ക് ഇത് സ്പേസ് ചിലപ്പോൾ അത് എമർജൻസി സിറ്റുവേഷൻ മോനെ അത് വേണോടാ പറയും, ഇട്ടാൽ നമുക്ക് ചേട്ടാ കുറച്ചുകൂടി ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെടാ ഇട്ടോ എന്ന് പറഞ്ഞ് നമ്മളെയും മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ക്ലയന്റുകളുണ്ട്. പിന്നെ പല ഇതേ കണക്ക് തന്നെ 8ന്റെ പണി കൊടുക്കുന്ന ഇവന്റുകാരന്മാരും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പലരും ഇന്ന് വരാം, നാളെ വരാം, മറ്റേന്ന് വരാം, ലൈറ്റ് കൊണ്ട് കെട്ടാം, ലൈറ്റ് കെട്ടിക്കൊണ്ട് വരാം, എടുത്ത് വെക്കുമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് 8ഉം 18ഉം പണി തന്ന ഇവന്റുകാരന്മാരും ഉണ്ട്. അത് ഇവന്റുകാരെന്ന് വിളിക്കാൻ പറ്റില്ല. ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊക്കെ പറയുന്ന ഈ വർക്കൊക്കെ ചെയ്യുന്ന വളരെ എല്ലാവരും അല്ല. പക്ഷെ ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെലിബ്രേഷൻ ഇല്ലെങ്കിൽ റിച്വൽസ് എന്ന് പറയുന്നത് ആജീവനാന്തകാലം ഒരു മനുഷ്യായുസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെ പൊന്മുട്ടയിടുന്ന കോഴിയെ കൊല്ലാൻ പാടില്ല. ശരിയല്ലേ? എന്താണ് ഇനി വരുന്ന തലമുറ? കാരണം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആൾക്കാർ ഇവന്റിലേക്ക് വരണം എന്നുള്ളതാണ് താങ്കളുടെ ചിന്താഗതി. അതല്ലാണ്ട് ഇതിനകത്ത് വലിയ സ്കോപ്പ് ഒന്നുമില്ല. ഇന്നിപ്പോ കൂടിപ്പോയി ഇപ്പൊ AIക്കും ChatGPTക്കും എന്തായാലും ഇവന്റ് നടത്താൻ പറ്റൂല അല്ലേ? എന്താണ് ചെറുപ്പക്കാരോട് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇവന്റ് ഇൻഡസ്ട്രി എന്ത് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ലൊരു കമ്മിറ്റ്മെന്റ് അതിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് ഏത് ബിസിനസ്സും നാട്ടിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇവൻറ്റിനെ തന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര ഇവൻറ്റ് കമ്പനീസ് നാട്ടിൽ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാലും അവർക്കെല്ലാം ചെയ്യാവുന്നത് ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് അല്ലെങ്കിൽ ഇവിടെ ഒരാൾ കൊടുക്കുമ്പോൾ അതിനേക്കാളും 10 രൂപ കുറച്ച് കൊടുത്ത് അങ്ങനെയൊന്നും അല്ല. ശരിക്കും നമ്മൾ നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മുടെ സെല്ല് ചെയ്യുന്നത്, അല്ല റേറ്റ് കുറച്ച് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവർക്ക് ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് അത് അതിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക, ബാക്കിയുള്ളവനൊരു പരപണി അത് ചെയ്തു കൊടുക്കുക. ടീമുമായിട്ട് വർക്ക് ചെയ്ത് പഠിക്കൂ, അതെ അതെ, പഠിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങും. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒത്തിരി കുട്ടികൾ ഇപ്പം പഠിച്ചിറങ്ങുന്നത് തന്നെ ഓക്കെ നമുക്ക് ഇവന്റിങ് ചെയ്തേക്കാം, അല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒന്ന് വാടകയ്ക്ക് എടുത്ത് ഒരു സാധനം ചെയ്തേക്കാം എന്നുള്ളത് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഡെക്കറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ക്ലയന്റിന്റെ ഒത്തിരി സ്വപ്നങ്ങൾ അത് അതേപോലെ തന്നെ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം വലിയൊരു സംശയമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ നടത്തുന്നവരും ഉണ്ട്, നന്നായിട്ട് നടത്തുന്നവരും ഉണ്ട്. ഇപ്പൊ കണ്ണുനീര് എന്ന് പറയുന്നത് ഒരിക്കലും ഈ നടത്തിയ ആളുടെ, കാരണം ഇപ്പോൾ ഒരാൾ ഒരു മകളുടെ കല്യാണം ഇല്ലേ ഒരു പ്രസ്ഥാനം, ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എന്നെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നടത്താൻ വിളിച്ചുകൊണ്ടുപോയി. ആ പ്രസ്ഥാനം ഞാൻ ചെല്ലുമ്പം ഒരു പശുത്തൊഴുത്ത് പോലെ കിടക്കുന്നു, തൊഴുത്ത് പോലെ, നാട്ടിലെ തൊഴുത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ച്. അപ്പോൾ ആ തൊഴുത്ത് പോലെ കിടക്കുന്ന നശിച്ച് നാറാണക്കല്ലായി കിടക്കുന്ന ആ പ്രസ്ഥാനത്തിന് വളരെ ലിമിറ്റഡ് ഫണ്ട് ഒപ്പിച്ചിട്ട് നമ്മളത് ബിൽഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ആ പ്രസ്ഥാനത്തിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ ഹിറ്റാക്കി മാറ്റി. ലക്ഷക്കണക്കിന് രൂപ ബിസിനസ് ആ പ്രസ്ഥാനത്തിലേക്ക് വന്നു. എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു 40% തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ് എനിക്ക് 30% തന്നാൽ മതിയെന്ന്. എന്നിട്ട് 10 രൂപ പോലും തരാതെ രായ്ക്ക് രാമായണം അത് വിജയിച്ച കാശുമായിട്ട് ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു. ഞാൻ കണ്ണുനീരോടുകൂടിയാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. വിഷമമായി, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അത് ഗതി പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഇല്ലെങ്കിൽ ഈ സെലിബ്രേഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻസ് ചെയ്യുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചടങ്ങുകൾ വളരെ ഭംഗിയാക്കാൻ ആ പയ്യൻ ഇല്ലെങ്കിൽ ഒരു വ്യക്തിത്വം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ചിരി സ്വന്തമാക്കിയില്ലെങ്കിലും അവൻ്റെ കണ്ണുനീര് വാങ്ങിച്ചു വെക്കരുത്. തിരിച്ചും അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ അവരുടെ ചിരി വാങ്ങിച്ചില്ലെങ്കിലും കണ്ണുനീർ വാങ്ങിച്ചു വെക്കരുത്. ശരിയല്ലേ? ശരിയാണ്. ഈ ഒരു മെസ്സേജോടുകൂടി നമുക്കിവിടെ ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. രാഹുലിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നളഞ്ചേട്ടനെ ആയാലും എനിക്ക് ഈ ഇത്രയും വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നമ്മളൊരു പരിപാടി ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി, ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ചെറിയ പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും എനിക്കെപ്പോഴും ചേട്ടൻ എന്നുള്ള രീതിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഉയരങ്ങളിലേക്ക് ചേട്ടനും എത്തട്ടെ എന്നുള്ളത് തന്നെയാണ്. വെന്യൂ ഇവന്റ് പ്ലാനേഴ്സ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആവട്ടെ, നാഷണലിയും ഫങ്ഷൻസ് ചെയ്യാനും ഒരുപാട് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറട്ടെ. ഈ 5 years from now when I see you, you will be having a fantastic and a fabulous brand and you will be blessed in that manner with a lot of blessings. എൻ്റെ ബന്ധങ്ങളിൽ വരുന്ന ഏത് ഫങ്ഷൻസ് ആണെങ്കിലും എനിക്കറിയാവുന്നവരോട് ഞാൻ ധൈര്യമായി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പേരായതുകൊണ്ടാണ് വെന്യൂ ഇവൻസിൻ്റെ രാഹുൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. Thank you so much. Thank you so much. Thank you for being here with Rituals and Roses. A beautiful celebration isn't measured by the size of the stage or the number of guests. It's measured by the emotions people carry home. Rahul, thank you for sharing your entrepreneurial journey, your passion for creating unforgettable experiences, and the story behind Venue Event Planners. We wish you and your team many more years of creating and celebrating magical memories. Thank you, Rahul. Thank you for joining us. Thank you.